അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന് മനോഹരമായ ഒരു കവാടം വെച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും, നിങ്ങൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും, നിങ്ങൾ എത്ര ഖുർആൻ ഓതിയാലും, നിങ്ങൾ എത്ര സ്വതക്ക ചെയ്താലും, നിങ്ങൾ എത്ര ത്യാഗം ചെയ്താലും, ആ സ്വർഗത്തിന്റെ കവാടം തുറക്കാനുള്ള യോഗ്യത നേടിയാലല്ലാതെ ആ സ്വർഗത്തിന്റെ സുഖം നുകരാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഭൗതിക ലോകത്ത് നിങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് കരസ്ഥമാകണമെങ്കിൽ ആ സ്വർഗത്തിന്റെ കവാടം നിങ്ങളുടെ കൈവെള്ളയിൽ, നിങ്ങളുടെ കൈക്കുമ്പിളിൽ സുരക്ഷിതമായിരിക്കണം എന്നതാണ്. എന്താണ് സ്വർഗത്തിന്റെ കവാടം? ഇസ്ലാമിക ചരിത്രത്തിൽ ആരുമെത്താത്ത തസവൂഫിന്റെ നവോമണ്ഡലങ്ങൾ കടന്ന് അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് കടന്നുപോയ ഒരു മഹാനായ വലിയുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നു മാറി നിന്നുകൊണ്ട് ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, പുണ്യങ്ങളിലൂടെ അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം നേടാൻ വേണ്ടി കടന്നുപോയ ഈമാൻ തുളുമ്പുന്ന ഒരു പ്രിയപ്പെട്ട സൂഫിയായ, യോഗ്യനായ, ആബിദായ, ആലിമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആരും ഇന്ന് വരെ കടന്നു ചെന്നിട്ടില്ലാത്ത വിധം അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തിലേക്ക് എത്തുക എന്നതായിരുന്നു. അങ്ങനെ ആ പ്രിയപ്പെട്ട മനുഷ്യൻ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളെ കുറേശ്ശെ ഒഴിവാക്കി അവരെല്ലാം എന്റെ ഇബാദത്തിന് തടസ്സമാണ്, എന്റെ സർവ്വ ബന്ധങ്ങളും ഞാൻ ഒഴിവാക്കുന്നു, അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തവും തൃപ്തിയും നേടി അവന്റെ ലിഖാഇന് വേണ്ടി എന്ന് തീരുമാനിച്ച് ആ പ്രിയപ്പെട്ട സൂഫിയായ മനുഷ്യൻ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. മനുഷ്യരിൽ നിന്ന് അകന്ന് മരുഭൂമിയുടെ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു ടെന്റ് കെട്ടിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഇബാദത്ത് ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ, 9.5 മാസത്തോളം തന്റെ വയറ്റിൽ ചുമന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ മകന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ ആ മകനെ വിളിക്കുമ്പോ ആ മകൻ നമസ്കാരത്തിലായിരുന്നു, ആ മകൻ ഇബാദത്തിലായിരുന്നു. സുന്നത്ത് നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൊന്നുമകനെ സ്വന്തം ഒരു ആവശ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മ വിളിക്കുമ്പോ ആ മകൻ ഉമ്മാക്ക് മറുപടി കൊടുക്കുന്നില്ല. ആ മകന്റെ മനസ്സിന്റെ അകത്ത് ആശങ്കകളായി, ഉമ്മയെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന പടച്ചതമ്പുരാന് ഞാനിപ്പോ നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ നമസ്കാരത്തെ മുറിച്ചിട്ട് എന്റെ ഉമ്മാക്ക് മറുപടി കൊടുക്കണമോ, അതല്ല ഈ സുന്നത്ത് നിസ്കാരം പൂർത്തീകരിക്കണമോ? മനസ്സിൽ ആശങ്കയുണ്ട്. കുലുക്കി നോക്കിയിട്ട് അവസാനം തീരുമാനമെടുത്തത് ഇബാദത്ത് പൂർത്തീകരിക്കുക, അതിനുശേഷം ഉമ്മാക്ക് മറുപടി കൊടുക്കുക. പക്ഷേ ആദ്യമായിട്ട് ഉമ്മ വന്നു മകനെ വിളിച്ചപ്പോൾ മകൻ മറുപടി കൊടുക്കാത്തത് കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സിന്റെ അകത്ത് ഒരു വേദനയുണ്ടായി, ഒരു നീറ്റലുണ്ടായി, ഒരു സങ്കടമുണ്ടായി. ആ പ്രിയപ്പെട്ട ഉമ്മ വേദനയോടെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. കാലം ഒരുപാട് കഴിഞ്ഞുപോയി. ഈ പ്രിയപ്പെട്ട സൂഫിയായ മനുഷ്യൻ ആഗ്രഹിച്ചതുപോലെ ഉന്നതമായ പദവിയിലേക്ക്, സ്ഥാനത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്തിക്കുകയാണ്. മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേകിച്ച് ടെന്റ് കെട്ടിയിട്ട് ആ മനുഷ്യൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വെളുത്തു തുടുത്ത് അതീവ സുന്ദരിയായ ഒരു പെണ്ണ് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഈ സോലിഹായ മനുഷ്യന്റെ സുന്ദര പൂമുഖം കണ്ടപ്പോ ആ പ്രിയപ്പെട്ട പെണ്ണ് പരിസരം മുഴുവനും വീക്ഷിക്കുകയാണ്. ഇല്ല, ഒരാളുപോലും കാണാനില്ല, ഒരാളുപോലും പരിശോധിക്കാനില്ല, ഒരാളുപോലും കുറ്റപ്പെടുത്താനില്ല, ഒരാളുപോലും പരിഹസിക്കാനില്ല. ഈ പ്രിയപ്പെട്ട സുന്ദരനായ യുവാവിനെ എന്റെ ആവശ്യം നിർവഹണത്തിന് വേണ്ടി, എന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ക്ഷണിച്ചാൽ ആരും ഇവിടെ അറിയുകയില്ല. എന്നെ പോലെ ഒരു സുന്ദരിയായ പെണ്ണ് ക്ഷണിച്ചാൽ ഏതു യുവാവും വലയിൽ വീടുമെന്നുറപ്പിച്ച് ഈ പ്രിയപ്പെട്ട സുന്ദരിയായ പെണ്ണ് വന്യവയോധികനായ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഈ പ്രിയപ്പെട്ട സോലിഹായ മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. താൻ ഈ വനാന്തരത്ത് കഴിയുമ്പോ കടന്നു വരുന്ന വന്യജീവികളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി കയ്യിൽ വെച്ചിരിക്കുന്ന മൂർച്ചയേറിയ വാള് പുറത്തേക്ക് എടുത്തിട്ട് ആ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, നിന്നെ പോലുള്ള പിശാചുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വാള് കയ്യിൽ വെച്ചിരിക്കുന്നത്. എന്റെ ഈ കണ്ടുകൊണ്ട് ഒരിക്കലും ഞാൻ ഹറാമ കാണില്ല, എന്റെ ഈ കാതുകൊണ്ട് ഒരിക്കലും ഞാൻ ഹറാമ കേൾക്കില്ല. ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തിലേക്ക് പോകുന്ന എന്നെ വലയിൽ വീഴ്ത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട സഹോദരൻ ആ നശിച്ച പെണ്ണിനെ ആ ടെന്റിൽ നിന്ന് ആട്ടിയോടിക്കുകയുണ്ടായി. പെണ്ണല്ലേ,
പെണ്ണിന്റെ മനസ്സിൽ പക വന്നാൽ, പെണ്ണിന്റെ മനസ്സിൽ വെറുപ്പ് വന്നാൽ, പെണ്ണിന്റെ മനസ്സിൽ വിദ്വേഷം വന്നാൽ, പെണ്ണിന്റെ മനസ്സിൽ അകത്ത് വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടാൽ ആ പ്രിയപ്പെട്ട സോലിഹായ മനുഷ്യനെ ആ പെണ്ണ് ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ആട്ടിടയനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഈ പ്രിയപ്പെട്ട പെണ്ണ് ഗർഭം ധരിക്കുകയാണ്. പ്രസവിക്കുമ്പോ ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെയും കയ്യിലെടുത്തു വെച്ച് മലമുകളിൽ നിന്ന് താഴേക്ക് ആ പ്രിയപ്പെട്ട പെണ്ണ് ഇറങ്ങി വരുമ്പോ അന്ന് ഈ പ്രിയപ്പെട്ട മനുഷ്യൻ ഏറ്റവും വലിയ വലിയായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നെത്തി കഴിഞ്ഞു. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന പദവിയിലേക്ക്, പവറിലേക്ക് ആ മനുഷ്യനെത്തി. മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പെണ്ണ്, സുന്ദരിയായ പെണ്ണ്, തന്റെ കയ്യിലിരിക്കുന്ന ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെ ജനങ്ങളുടെ മുമ്പ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ പിതാവ് നിങ്ങൾ വലിയെന്ന് പറയുന്ന കള്ള ഷെയ്ഖാണ്, ഈ കുഞ്ഞിന്റെ വാപ്പ അയാളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ കള്ളന്റെ, ആ കപടന്റെ മുമ്പിലേക്ക് ഇനി നിങ്ങൾ കടന്നു പോകരുത് എന്ന് പറഞ്ഞ് ആ പെണ്ണ് നാട് മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാ ജനങ്ങളും പിന്തിരിയുകയാണ്. ജനങ്ങൾ അങ്ങനെയാണ്. ചെറിയ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് അകന്നു പോകാൻ ജനങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. എല്ലാവരും പിന്തിരിഞ്ഞു. കല്ലും കവണയും അടിയും ഇടിയുമായി ആ സഹോദരങ്ങൾ എല്ലാവരും കൂടി ഈ സോലിഹായ ആരിഫായ മനുഷ്യന്റെ ടെന്റ് വളഞ്ഞു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നീ കള്ളനാണ്. സുന്ദരിയായ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചിട്ട് ആ പെണ്ണ് പ്രസവിച്ച കുഞ്ഞുമായി ഇവിടെ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് സത്യം പറയടാ എന്ന് പറഞ്ഞ് ആദ്യത്തെ ഏറ് കൊടുത്ത ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, ഞാനൊന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനുമുള്ള ഒരു അവസരം നിങ്ങൾ തരിക, എന്നിട്ട് നിങ്ങൾ എന്നെ എറിഞ്ഞു കൊല്ലുക. എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു. 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന പ്രിയപ്പെട്ട സഹോദരൻ തന്റെ കരമുയർത്തിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നാഥാ, ഇന്നുവരെ നിനക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തമ്പുരാനെ. എന്റെ കണ്ണുകൊണ്ട് ഞാനൊരു ഹറാമ കണ്ടിട്ടില്ല, എന്റെ കാതുകൊണ്ട് ഞാനൊരു ഹറാമ കേട്ടിട്ടില്ല, എന്റെ കയ്യോ കാലോ കൊണ്ട് ഒരാളെ പോലും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണിന്റെ പരീക്ഷണം എനിക്ക് നീ തന്നറിയില്ല. അതുകൊണ്ട് ചോരയുടെ മണം മാറാത്ത പ്രിയപ്പെട്ട കുഞ്ഞിനോട് നിന്റെ പിതാവ് ഞാനാണോ എന്ന് ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഞാൻ ഇത്രയും കാലം ചെയ്ത ഇബാദത്തിനെ പരിഗണിച്ച്, ഞാൻ ഇത്രയും കാലം ചെയ്ത സൽക്കർമ്മങ്ങളെ പരിഗണിച്ച് ആ കുഞ്ഞിനെ കൊണ്ട് നീ ഒന്ന് സംസാരിപ്പിക്കണേ അല്ലാ എന്ന് ആ മഹാനായ വലിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും പുച്ഛിച്ചു തള്ളുകയാണ്. എല്ലാവരും കളിയാക്കി ചിരിച്ചു പുച്ഛിച്ചു തള്ളുകയാണ്. എങ്ങനെയാണ് ഈ പ്രിയപ്പെട്ട മനുഷ്യന് ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുക? എല്ലാവരും കളിയാക്കി. പക്ഷേ സോലിഹായ ആബിദായ മനുഷ്യൻ കടന്നു വന്ന് ഈ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സാക്ഷിയാക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ നിന്റെ പിതാവാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു പറയുന്നു, നിങ്ങൾ എന്റെ പിതാവല്ല. എന്റെ പിതാവ് ഈ മലമുകളിൽ താമസിക്കുന്ന ആട്ടിടയനാണ്. എന്റെ പിതാവ് ഈ മലമുകളിൽ താമസിക്കുന്ന ആട്ടിടയനാണ്. നിങ്ങൾ എന്റെ പിതാവല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതത്തോടുകൂടി, എല്ലാവരും അതിശയത്തോടുകൂടി നോക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രിയപ്പെട്ട സഹോദരന് ഈ കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിഞ്ഞത്? ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ, സൽക്കർമ്മത്തിലൂടെ അർഹമറഹീമായ പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയ പൊരുത്തം നേടിയ, ഏറ്റവും വലിയ തൃപ്തി നേടിയ ഈ മഹാനായ മനുഷ്യൻ ഒരു ചെറിയ ആളല്ല. അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം കിട്ടുന്ന ഒരു വലിയാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ ഞങ്ങൾ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാവരും കൂടി വന്നിട്ട് പൊരുത്തം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള മഹാനായ വലിയ ആ പെണ്ണിനെ ജനങ്ങൾ കുറ്റപ്പെടുത്തി ആട്ടിയോടിച്ചു. ഇത്രയും വലിയ ഒരു മനുഷ്യനെയാണല്ലോ ഞങ്ങൾ കുറ്റപ്പെടുത്തിയതെന്ന് ചിന്തിച്ച് എല്ലാവരും മനസ്താപത്തോടുകൂടി പിരിഞ്ഞുപോയി. പക്ഷേ ഈ പ്രിയപ്പെട്ട സോലിഹായ ആരിഫായ മനുഷ്യന് ഉറക്കം വന്നില്ല. അന്ന് രാവും പകലും ആ പ്രിയപ്പെട്ട സഹോദരൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അല്ലാഹുവേ, പടച്ചവനെ, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചതെന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ അറിയില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പരീക്ഷിച്ചതെന്ന് ആ പ്രിയപ്പെട്ട സഹോദരന് മനസ്സിലായില്ല. അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അർഹമറഹീമായ പടച്ചവനെ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചതല്ലാ? ഒരു തെറ്റ് പോലും ചെയ്യാതെ, ഒരു പാപക്കറകൾ പോലും വിരളാതെ പരിശുദ്ധമായ ജീവിതവും നയിച്ചുകൊണ്ട് കടന്നു വരുന്ന എന്നെ ഇങ്ങനെ പരീക്ഷിച്ചത് എന്തിനാണ് അല്ലാ? ആ
പ്രിയപ്പെട്ട സഹോദരന്റെ ചിന്തയ്ക്ക് മറുപടി കൊടുത്തുകൊണ്ട് അല്ലാഹു അറിയിച്ചു കൊടുത്തരെന്തെന്നറിയോ? എത്രയോ നാളുകൾക്ക് മുമ്പ് താൻ നമസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നപ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പ്രിയപ്പെട്ട ഉമ്മ പുറകിൽ നിന്ന് വിളിച്ചല്ലോ. ആ പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചപ്പോ ആ ഉമ്മാക്ക് മറുപടി കൊടുക്കാത്തത് കൊണ്ട് ഉമ്മയുടെ പ്രിയപ്പെട്ട മനസ്സൊന്ന് വേദനിച്ചല്ലോ. ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോ ആ പ്രിയപ്പെട്ട മാതാവിന്റെ മനസ്സിന്റെ സങ്കടത്തിന് പകരമായി, ആ പ്രിയപ്പെട്ട മാതാവിന്റെ നൊമ്പരത്തിന് പകരമായി, ആ പ്രിയപ്പെട്ട മാതാവിന്റെ മനോമുഖരത്തിൽ വന്നു വീണ കനൽക്കട്ടകൾക്ക് പകരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തി സോലിഹാര മനുഷ്യന് കൊടുത്ത ഒരു പരീക്ഷണമാണ് നിങ്ങൾ കണ്ടതെന്ന് ആ സൂഫിയാര മനുഷ്യന് ബോധ്യമായപ്പോ സുബ്ഹാനല്ലാഹ്, ലോകത്ത് ആരിഫായാലും ആബിദായാലും ആലിമായാലും എത്ര പ്രാവശ്യം ഹജ്ജിന് പോയവനാണെങ്കിലും എത്ര പാവപ്പെട്ട യതീമീങ്ങളെ കല്യാണം നടത്തിയവനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയാൽ, മാതാപിതാക്കളുടെ മനസ്സിന്റെ അകത്ത് സങ്കടത്തിന്റെ കനൽക്കട്ട കോരികെട്ട് കൊടുത്താൽ, ഒരു മാതാവിനെ കരയിപ്പിച്ചാൽ, ഒരു പിതാവിനെ സങ്കടപ്പെടുത്തിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് ഏറ്റവും വലിയ പരീക്ഷണം ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ കൊടുക്കുമെന്ന് ഈ ചരിത്രത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിച്ചുകൊള്ളുക. അതാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് തുറന്നിരിക്കുന്ന സ്വർഗത്തിന്റെ 2 കവാടങ്ങളുണ്ട്. എന്റെ കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് സ്വർഗത്തിന്റെ 2 കവാടങ്ങളുണ്ട്. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് സ്വർഗത്തിന്റെ 2 കവാടങ്ങളുണ്ട്. നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര സൽക്കർമ്മം നടത്തിയാലും, എന്തുമാത്രം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞാലും, എത്രയോ ആയിരക്കണക്കിന് നാണയത്തുട്ടുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു പോയാൽ, 100 കണക്കിന് പള്ളികൾ നിങ്ങൾ വെച്ചു കൊടുത്താൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന, സ്വർഗത്തിന്റെ 2 കവാടങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തുണ്ട്. അതിലൊന്ന് ഉമ്മയാണ്, മറ്റൊന്ന് വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഏത് നാട്ടിലാണ് ഞാൻ പറയുന്നതെന്ന ബോധം എനിക്കുണ്ട്. ഇത് ഏത് ജില്ലയിലാണ് ഞാൻ പറയുന്നതെന്ന ബോധം എനിക്കുണ്ട്. 18 വയസ്സ് വരെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട സ്നേഹസമ്പന്നയായ മാതാവിനെ, ആ മാതാവിനെ ധിക്കരിച്ചുകൊണ്ട് ഇന്നലെ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ പരിചയപ്പെട്ട കാമുകന്റെ കൂടെ ഇറങ്ങി ഓടുന്ന ഈമാനില്ലാത്ത പെൺകുട്ടികൾ നമുക്കിടയിലുണ്ടെന്ന വിശ്വാസത്തോടു കൂടിയാ പറയുന്നത്. എന്റെ പൊന്നുമോളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാതാവിന്റെ മനസ്സിൽ സങ്കടത്തിന്റെ നീറ്റലുണ്ടാകയിട്ട് ലോകത്തെവിടെ പോയാലും അല്ലാഹു നിനക്ക് വിജയം തരില്ല. നിന്നെ വേദനയോടുകൂടി വളർത്തിക്കൊണ്ട് വന്ന പിതാവ്, നിന്റെ കൈവെള്ള പിടിച്ചുകൊണ്ട് നിന്നെ നടത്താൻ പഠിപ്പിച്ച പിതാവ്, നിനക്ക് ഭക്ഷണം തന്ന പ്രിയപ്പെട്ട പിതാവ്, ആ പ്രിയപ്പെട്ട പിതാവിന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തിയാൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സ്വർഗത്തിന്റെ കവാടം നിന്റെ ഉമ്മയും വാപ്പയുമാണ്. എത്ര വളർന്നാലും, എത്ര ഉയർന്നാലും, എത്ര സ്ഥാനം നേടിയാലും, എത്ര സമ്പാദിച്ചാലും, എത്ര പുരോഗതിയുടെ പടവുകൾ ഒരു കിളിയെ പോലെ പറന്നകന്നു പോയാലും, മാതാപിതാക്കളുടെ മനസ്സിൽ സങ്കടപ്പെടുത്തിയാൽ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഇതൊരു ആണിനോടുള്ള പ്രഖ്യാപനമല്ല, ഇതൊരു പെണ്ണിനോട് മാത്രമുള്ള പ്രഖ്യാപനമല്ല, ഈ ഉമ്മത്തിന് മുഴുവനായിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന പ്രഖ്യാപനമാണ്. ഇന്ന് മക്കളെ പ്രസവിച്ചിട്ട് നോക്കാൻ മക്കളില്ലാതെ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് വിഷമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും വൃദ്ധസദനത്തിന്റെ അകത്ത് കഴിഞ്ഞുകൂടുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഒരു വൃദ്ധസദനം ഞാൻ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അല്ലാഹുവേ, 10-40ഓളം വരുന്ന ഉമ്മമാരതിന്റെ അകത്ത് കഴിയുന്നുണ്ട്. 10-40ഓളം വരുന്ന ഉമ്മമാര് കഴിയുന്നുണ്ട്. ആ 40 ഉമ്മമാരിൽ 12 മക്കളെ പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്. 12 മക്കളെ പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്. അവരെ ഇന്ന് നോക്കുന്നത് വൃദ്ധസദനത്തിന്റെ സ്റ്റാഫാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവരെ കാലൊന്ന് വേദനിച്ചാൽ ആ കാലൊന്ന് തടവി കൊടുക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് വേണ്ടി ഖിദ്മത്തിന് വേണ്ടി
വേണ്ടി ഇറങ്ങി തിരിച്ച പെൺകുട്ടികളാണെങ്കിൽ എന്തരിഞ്ഞാല് വന്ന് പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഹദിയ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മനോഹരമായ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ മഴ വേടുന്ന വേഴാമ്പുകളെ പോലെ ആവേശത്തോടെ പഠിച്ചുകൂടിയ ഈ ജനസാഗരത്തിനോട് പറയുകയാണ്, മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മുടെ ഹദിയായി കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഹദിയായി നമ്മുടെ ജീവിതം അങ്ങോട്ട് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എങ്കിലും നമുക്ക് സ്വർഗ്ഗം കിട്ടൂ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ അബൂദാബിയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. ഉമ്മയെയും ഉപ്പയെയും വല്ലാതെ സ്നേഹിക്കുന്നു. അവര് നാട്ടിൽ വന്ന് പള്ളി വെച്ചു കൊടുക്കുമ്പോ ഉമ്മയുടെ പേരെഴുതണമെന്ന് വാശി പിടിക്കുന്നത് ഉമ്മയോടുള്ള മഹബത്ത് കൊണ്ടാണ്, വാപ്പയോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഉമ്മയുടെ മുഖവും ഉമ്മയുടെ മനസ്സും ഉമ്മയുടെ രൂപവും നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് എല്ലാവരും. ഞാൻ എൻ്റെ ഉമ്മയുടെ മനസ്സ് കൊണ്ടുവരികയാണ്. ഞാനിപ്പോ 3-4 ദിവസം നാട്ടിലായിരുന്നു പ്രോഗ്രാം. അത് കഴിഞ്ഞിപ്പോ ഇവിടേക്ക് വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ യാത്ര ചോദിച്ചു ദ്വാരം നിങ്ങളോട് പറഞ്ഞു വിടുമ്പോ ആ ഉമ്മയുടെ വീടിന്റെ മുമ്പിലിരുന്ന ഉമ്മയുടെ മുഖം എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവരികയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാ സഹോദരങ്ങളും ഇതൊരു പ്രസംഗം കേൾക്കുന്ന പോലെ ആവരുത്. നിങ്ങൾ കൊണ്ടുവരണം നിങ്ങളുടെ ഉമ്മയെ, മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഞാൻ എൻ്റെ ഉമ്മയുടെ മുഖം കൊണ്ടുവന്നു. എല്ലാവരും കൊണ്ടുവന്നില്ലേ? അല്ലാഹു തആല ആ ഒരു കൊണ്ടുവരൽ തന്നെ നമ്മുടെ ഉമ്മയുടെ പൊരുത്തത്തിനൊരു വലിയ കാര്യം. ഇത്രയും വലിയ സദസ്സിൽ നമ്മളെ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ ഒന്ന് ഓർക്കാൻ കഴിയുന്നത് തന്നെ വലിയ തൗഫീഖാണ്. എല്ലാവരും അവരുടെ ഉമ്മയെ മനസ്സിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മുടെ ഉമ്മാക്ക് വലിയ സൗന്ദര്യവും ഗ്ലാമറൊന്നും ഇല്ലെങ്കിലും കല്യാണത്തിന്റെ സമയത്ത് നമ്മുടെ ഉമ്മ എത്ര സുന്ദരിയായിരുന്നിരിക്കണം. നമ്മുടെ ഉമ്മയെ കല്യാണം കഴിക്കുന്ന ആദ്യ സമയത്ത് നമ്മുടെ ഉമ്മയുടെ സൗന്ദര്യം എത്രയായിരിക്കണം. ആ ഉമ്മയുടെ കണ്ണുകൾ ഇന്ന് കുഴിയിൽ വീണു പോകാൻ കാരണമെന്തേ? ആ പ്രിയപ്പെട്ട ഉമ്മയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണമെന്തേ? അല്ലാഹുവേ, മക്കളാകുന്ന നമുക്ക് വേണ്ടി ജീവിച്ച് വാർദ്ധക്യത്തിന്റെ പടുംകുഴിയിൽ വീണതുകൊണ്ടല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉദരത്തിനകത്ത് ആദ്യമായി ഒരു കുഞ്ഞിന്റെ ചലനമുണ്ടാകുന്ന ദിവസത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പോയിട്ട് ആ ഉമ്മ പറയുകയാണ്, ഞാനൊരു ഉമ്മയാകാൻ പോവുകയാണ്. കൈ ഇങ്ങനെ വയറ്റിലേക്ക് വെച്ചിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, അൽഹംദുലില്ലാഹ്. അന്ന് എം പി അഷ്റഫ് സാഹിബ് പറഞ്ഞിട്ടില്ല, നൗഷാദ് ബാഖവി പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ഉമ്മയുടെ ഉദരത്തിനകത്ത് വന്ന് വീണതേ ഉള്ളൂ, ചെറിയ തുള്ളികളായി വന്ന് വീണതേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അന്ന് തന്നെ നമ്മുടെ ഉമ്മ കൈകൊണ്ട് വയറ്റിലേക്ക് വെച്ചിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു കേടുകൂടാറ്, ഒരു പ്രയാസം കൂടാറ് എന്റെ തങ്കക്കുടത്തിനെ പുറത്തു കൊണ്ട് വരണേ അല്ലാഹ്. ഓരോ മാസവും ഉമ്മയുടെ വയറിങ്ങനെ വളരുകയാണ്. പഴയതുപോലെ ഉമ്മാക്ക് എല്ലാ ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. എപ്പോഴും നമ്മളോടുള്ള ശ്രദ്ധയാണ്, എന്റെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ്. അല്ലാഹുവേ, ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, ഉറങ്ങുന്നത് നമുക്ക് വേണ്ടിയാണ്, വിശ്രമിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. വയറ് വലുതാകുമ്പോൾ 8.5 മാസം 9 മാസമൊക്കെ ആകുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉമ്മ എന്തുമാത്രം വേദനിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. കുഞ്ഞു വയറ്റിന്റെ അകത്ത് നിറഞ്ഞു കിടക്കുന്ന ഗർഭാശയത്തിലെ വെള്ളത്തിനകത്ത് കുഞ്ഞു കിടന്ന് കൈകാലിട്ടടിക്കുമ്പോ അല്ലാഹുവേ, പ്രസവത്തിന് സമയമാവുകയാണ്. ലേബർ റൂമിന്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കിടത്തി കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ അന്ന് പഴയകാലത്ത് പ്രസവിക്കുന്നത് വീട്ടിലാണെങ്കിൽ ആ റൂമിന്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കയറ്റുകയാണ്. അല്ലാഹുവേ, കുറച്ചു കഴിയുമ്പോ ഒരു നിലവിളിയാണ്, ഇന്ന് വരെ ഒരു പെണ്ണും അതുപോലെ നിലവിളിച്ചിട്ടില്ല. അത്രത്തോളം തന്റെ വായ തുറന്നിട്ട് ആ പെണ്ണ് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവേ, ഞാനും നിങ്ങളും പുറത്തേക്ക് വരികയാണ്. പുറത്തു വന്ന എന്നെയും നിങ്ങളെയും ഉമ്മ കാണുമ്പോ തന്നെ ഉമ്മാടെ വേദന മാറുകയാണ്. 1000 ഞരമ്പുകളെ
1000 ഞരമ്പുകളെ ഒരുമിച്ചറുത്തു മാറ്റുന്ന വേദനയാണ് പ്രസവത്തിനുള്ളത്. പുറത്തു വന്ന ഞങ്ങളെ കാണുമ്പോ ആ വേദന നമുക്ക് വേണ്ടി ഉമ്മ മറക്കുകയാണ്. നമ്മ വാരിയെടുത്ത് 2 കവിളത്ത് മുത്തം തരികയാണ്. അല്ലാഹുവേ, തൊണ്ട വരണ്ടുണങ്ങി പൊട്ടിക്കരയുന്ന നമ്മുടെ ചുണ്ടുകളകത്തിയിട്ട് പ്രിയപ്പെട്ട ഉമ്മമാരിടത്തിലെ പനിനീരിനേക്കാൾ മധുരമുള്ള ആ മാരിടത്തിലെ അമ്മിഞ്ഞപ്പാല് നമ്മുടെ തൊണ്ടയിലേക്ക് തരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പിന്നെ നമ്മളെ ഉമ്മയല്ലേ വളർത്തുന്നത്? ഉമ്മ എന്നാണ് നമ്മൾ ആദ്യം വിളിച്ചത്. ചെറുപ്പക്കാരാ, ഇന്ന് നിനക്ക് ഉമ്മയെ വേണ്ട, ഇന്ന് നിനക്ക് വാപ്പയെ വേണ്ട. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കുഞ്ഞ് സംസാരിച്ചത് ഉമ്മയെന്നാണ്. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ വിളിച്ചത് ഉമ്മയെന്നാണ്. ആ കരയുമ്പോഴുമ്മ, ഉറക്കാൻ പോകുമ്പോഴുമ്മ, ഉണരുമ്പോഴുമ്മ, വിശക്കുമ്പോഴുമ്മ, പേടിക്കുമ്പോഴുമ്മ, എപ്പോഴും ഉമ്മ 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 എന്ന ഒരു വിളി മാത്രമാണ് എന്റെ സഹോദരാ നമുക്കറിയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ഭക്ഷണം തരികയാണ്, നമുക്ക് പാല് തരികയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ പ്രിയപ്പെട്ട ഉമ്മ ഓടി വന്നിട്ട് നമ്മെ വാരിയെടുക്കുകയാണ്. നമ്മുടെ കരച്ചിൽ കേട്ടാൽ എവിടെയാണെങ്കിലും ആ പ്രിയപ്പെട്ട ഉമ്മ കയ്യിൽ എന്തുണ്ടെങ്കിലും അതെല്ലാം കളഞ്ഞിട്ട് ഓടി വരികയാ. ആ പ്രിയപ്പെട്ട ഉമ്മയെ ഇന്നെവിടെ എന്റെ അരിഞ്ഞാല് വന്ന ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ ഇന്ന് കിടക്കുന്നത് എവിടെയാ? നീ കണ്ടിട്ട് എത്ര നാളായി ചെറുപ്പക്കാരാ? നിന്റെ സഹധർമ്മിണിയുമൊത്ത് ബേക്കൽ കോട്ടയിൽ കറങ്ങി നടക്കുമ്പോ, നിന്റെ സഹധർമ്മിണിയുമൊത്ത് കാസർഗോഡ് മംഗലാപുരം ബീച്ചില് ഒട്ടകത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോ, നിന്റെ സഹധർമ്മിയുമൊത്ത് ഷാജഹാൻ മുംതാസിന് സമർപ്പിച്ചു പോയ പ്രണയകുടീരമാകുന്ന താജ്മഹലിന്റെ മുമ്പ് പോയി സെൽഫി എടുക്കുമ്പോ, നിന്റെ പ്രിയപ്പെട്ടവളെയും മക്കളെയും കൊണ്ട് ബുർജ് ഖലീഫയിൽ പോയി ഉല്ലസിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ ഈ പറഞ്ഞ നിന്റെ ഉമ്മ എവിടെയാണ്? ഞാൻ ഈ പറഞ്ഞ നിന്റെ മാതാവ് എവിടെയാണ്? ഒന്നാലോചിച്ചു നോക്ക് പെങ്ങളെ. ഒരു പെൺകുട്ടിയാണ് പിറന്നു വീണെന്നറിഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് എന്റെ മോക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ അല്ലാ, എന്റെ മോക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ അല്ലാ എന്ന് കരഞ്ഞുകൊണ്ട് ജീവിച്ച ഉമ്മ എവിടെയാണ്? ഇവിടെ നമ്മുടെ ഉമ്മ. ആലോചിച്ചോക്കെ, ഇന്ന് എത്ര ദിവസമായി നമ്മുടെ ഉമ്മയെ നമ്മളൊന്ന് കണ്ടിട്ട്. ഇനി മരിച്ചുപോയവരാണെങ്കിൽ എത്ര നാളായി ഒരു ഫാത്തിഹ. ആകെ പ്രതീക്ഷ നമ്മളല്ലേ ഉള്ളൂ നമ്മുടെ ഉമ്മാക്ക്. ആരെന്നെ മറന്നാലും എന്റെ മോൻ എന്നെ മറക്കൂല, എന്റെ മോൻ എന്നെ മറക്കൂല, ഞാൻ അവൾക്ക് അതൊക്കെ കൊടുത്തവളാണ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ ഖബറിന്റെ അകത്ത് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി. ഉമ്മ എവിടെ ഇരിക്കട്ടെ, വാപ്പയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. വാപ്പയെ കുറിച്ച് എന്റെ ഉപ്പയുടെ മുഖം. പരിശുദ്ധ റമദാൻ 17-ാം രാവ് വെള്ളിയാഴ്ച പ്രഭാതം 9 മണിക്ക് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയി. ആ പ്രിയപ്പെട്ട ഉപ്പയെ ഞാൻ ചിന്തിക്കുന്നു. MB മൂസ സാഹിബ് എന്ന നിങ്ങളുടെ മനോമുഖരത്തിനകത്ത് സ്നേഹത്തിന്റെ 1000 താജ്മഹൽ ഒരുമിച്ച് പണിഞ്ഞ MB അഷ്റഫ് സാഹിബിന്റെ ഉപ്പയെ അദ്ദേഹം ചിന്തിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ബഷീർ സാഹിബിന്റെ ഉപ്പയെ അദ്ദേഹം പിന്നെ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ബഷീർ ഡാട്ട് അദ്ദേഹത്തിന്റെ ഉപ്പയെ ചിന്തിക്കുന്നു. നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. നടക്കൂലേ? അൽഹംദുലില്ലാ. അപ്പോ പ്രിയപ്പെട്ട ഉപ്പയെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ഉപ്പയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്റെ ഉപ്പയെ കുറിച്ച് ആലോചിക്കുകയാണ്. ഒരുപാട് ഇബാദത്തുകളൊന്നും ചെയ്യാൻ എന്റെ ഉപ്പാക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവസാനം മരിക്കുമ്പോ നല്ല ഒരു ആബിദായ മനുഷ്യനേക്കാൾ ഈമാന്റെ പ്രഭയുള്ള മുഖത്തോടു കൂടി മരണപ്പെട്ടു. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട ഉപ്പ, ഭാര്യയാകുന്ന നമ്മുടെ ഉമ്മ ഗർഭവതിയാണെന്നറിയുമ്പോ ആദ്യമായി പറയുന്നു അൽഹംദുലില്ലാ. എന്നിട്ട് കടയിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഉമ്മാക്ക് ഉമ്മ പറയുന്നു എനിക്ക് വിശപ്പില്ല എന്ന് പറയുമ്പോ വാപ്പ പറയുകയാണ് ഇത് നിനക്കുള്ളതല്ല, ഇത് നിനക്കുള്ളതല്ല, എന്റെ പൊന്നുമോനുള്ളതാണ്, പൊന്നുമോൾക്കുള്ളതാണ്.
പ്രിയപ്പെട്ട ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഉമ്മാക്ക് മരുന്ന് കൊടുക്കുന്നു, ഉമ്മയെ കൊണ്ടുപോകുന്നു, ഉമ്മയോടൊത്ത് ചികിത്സയ്ക്ക് വേണ്ടി സർവ്വസ്ഥലത്തും പോകുന്നു, ഉമ്മാക്ക് പണം ചെലവഴിക്കുന്നു, ഉമ്മയുടെ സർവ്വകാര്യങ്ങൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ട വാപ്പ അല്ലാഹുവേ സമയം ചെലവഴിക്കുന്ന നമ്മൾ പിറന്നു വീഴുമ്പോഴോ ഹോസ്പിറ്റലും ദഗത്തളത്ത് വന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്തൊന്ന് നോക്കിയിട്ട് ഞങ്ങളെ വാരിയെടുത്ത് കവിളത്ത് മുത്തം വെച്ചിട്ട് വാപ്പ പറയുകയാണ്, ഇനി എന്റെ ജീവിതം ഈ പൊന്നുമോന് വേണ്ടിയുള്ളതാ, ഇനി എന്റെ ജീവിതം ഈ പൊന്നുമോന് വേണ്ടിയുള്ളതാണ് അല്ലാഹുവേ. എന്നിട്ട് വാപ്പച്ച് നമുക്ക് ഭക്ഷണം വാരി തന്നില്ലേ, ഭക്ഷണം വാരി തന്നില്ലേ? വാപ്പ കടയിൽ പോയി വരുമ്പോ, കാസർഗോഡ് ജോലിക്ക് പോയി വരുമ്പോ, കാഞ്ഞങ്ങാട് ജോലിക്ക് പോയി വരുമ്പോ, നീലേശ്വരത്ത് ജോലിക്ക് പോയി വരുമ്പോ വീടിന്റെ മുറ്റത്ത് നമ്മൾ ആരും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, ഉമ്മ ചോദിക്കുന്നു, മോനെ നീ ഉറങ്ങുന്നില്ലേ? വാപ്പ വന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ. വാപ്പ വരാതെ ഞാൻ ഉറങ്ങുന്നില്ല, വാപ്പ വരാതെ ഞാൻ ഉറങ്ങുന്നില്ല. വാപ്പ വരുമ്പോ വാപ്പയുടെ കയ്യിലിരിക്കുന്ന ചെറിയ ഒരു മിഠായി പൊതി അല്ലാഹുവേ, ലോകത്തെവിടെയൊക്കെ പോയി എന്തൊക്കെ സമ്മാനങ്ങൾ നൗഷാദ് വാക്കവി വാങ്ങിച്ചിട്ടുണ്ടോ? എത്ര രുചികരമായ കണ്ണൂരിന്റെയും കാസർഗോഡത്തെയും മംഗലാപുരത്തെയും സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? എന്റെ വാപ്പ പൊതിഞ്ഞുകൊണ്ടുവന്ന കടയുടെ പലഹാരത്തിന്റെ രുചിയോളം അതിന് ഞാൻ വില കൊടുത്തിട്ടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിനെ സാക്ഷി നിർത്തി പറയുമ്പോ എന്റെ അരിഞ്ഞാല് വന്ന സഹോദരങ്ങളെ, വാപ്പ കൊണ്ടുവന്ന മിഠായിയുടെ രുചി നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? വലിയ പണക്കാരനായപ്പോ, വലിയ കൊട്ടാരത്തിന്റെ അധിപനായപ്പോ, വലിയ അധികാരം കിട്ടിയപ്പോ, കാഞ്ഞങ്ങാടിന്റെ ചുറ്റുവട്ടത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പേര് പറയുന്ന ബിസിനസ്സുകാരനായി മാറിയപ്പോ നിന്റെ പ്രിയപ്പെട്ട വാപ്പായ മറന്നോ? മാതാവിന്റെയും പിതാവിന്റെയും കാൽ കീഴിലാണ് അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന സ്വർഗമെന്ന് നിങ്ങൾ മറക്കണ്ട. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അം തുഫ്സിദൂ ഫിൽ അർള് വതുഖത്തിഉ അർഹാമകും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. അല്ലാഹ് പറയുകയാണ്, ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരെ, ബന്ധത്തിന് വില കൊടുക്കാത്തവരെ, ബന്ധങ്ങളെ തകർത്തെറിയുന്നവരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാപമെന്ന് പരിശുദ്ധ ഖുർആൻ. ഉമ്മയുടെയും വാപ്പയുടെയും ബന്ധം മാത്രമല്ല, എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുന്നവർക്ക് അല്ലാഹുവിന്റെ ശാപം എന്ന് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മളോട് പറയുന്നു, ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين. നിന്നെ ഗർഭം ചുമന്ന കാലഘട്ടത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. 2 വർഷം നിനക്ക് നിന്റെ ഉമ്മ മുലപ്പാല് തന്നതിനെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, ആകാശത്തിന്റെ അധിപനാറ് എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോ, ഭൂമിയുടെ അധിപനാറ് എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോ, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുമ്പോ, വലിവാലിദൈ അനിഷ്കുറുലി വലിവാലിദൈ, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കുക. യഹ്യാ നബിയോട്, ഈസാ നബിയോട്, മൂസാ നബിയോട്, മാതാപിതാക്കളോട് സ്നേഹം കാണിച്ച എല്ലാ പ്രവാചകന്മാർക്കും ഖുർആൻ ഒരു മൊമന്റോ കൊടുക്കുന്നുണ്ട്. ഖുർആൻ ഒരു മൊമന്റോ കൊടുക്കുന്നുണ്ട്. ഇവിടെ മദ്രസയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് കൊടുത്തൊരു സ്വർണ്ണ മെഡലാണ്. അത് എത്ര ഉണ്ടാവും? എത്ര ഗ്രാം ഉണ്ടാവും? 1 പവൻ. എല്ലാം കൂടി 1 പവൻ. 1 പവന് സ്വർണത്തെ കുറേശ്ശെ ആക്കിയിട്ട് സ്വർണ്ണ മെഡലായി ഇവർ കൊടുക്കുമ്പോൾ 1 ഗ്രാം ആണെങ്കിലും അള്ളാഹുവിന്റെ മദ്രസയിൽ ഇൽമു പഠിച്ച് ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയ കുട്ടിക്ക് സ്വർണ്ണ മെഡൽ കൊടുക്കാന്ന് പറയുമ്പോ ഇത് ഓട്ടവും ചാട്ടവും അതിനേക്കാളും ഏറ്റവും അധികം ഈ ഉമ്മത്തി വില കൊടുക്കേണ്ട കാര്യമാണ് എന്ന് അതിഞ്ഞാലിന്റെ ഹദിയ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ ഉമ്മത്തിന് പഠിപ്പിക്കാൻ ലൈവായി ഈ പ്രോഗ്രാം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കേണ്ട ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് ഈ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ വാപ്പയുടെ പേരിൽ ഹദി എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം കൊടുക്കുമ്പോ അല്ലാഹുവേ നീ സ്വീകരിക്കണം തമ്പുരാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കെല്ലാം അള്ളാഹു ഒരു മൊമന്റ് കൊടുത്തിട്ടുണ്ട് മാതാപിതാക്കളെ ആദരവോടുകൂടി കണ്ടതിന്. 1-ാമത്തെ മൊമന്റ് ഖുർആൻ പറയുന്നു,
വബറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ ശഖിയ്യാ. അവരെ കുറിച്ച് തന്നെ ഖുർആൻ പറയുകയാണ്, ഉമ്മയോടും വാപ്പയോടും സ്നേഹം കാണിച്ച പ്രവാചകന്മാർക്ക് ഖുർആനിലൂടെ പേര് പറഞ്ഞിട്ട്, ഖുർആനിലൂടെ അവർക്ക് പ്രശംസാ പത്രം കൊടുത്തിട്ട്, അവാർഡ് കൊടുത്തിട്ട് അള്ളാഹു അവരെ ആദരിക്കുകയാണ്, അള്ളാഹു അവരെ ബഹുമാനിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനോഹരമായ ചരിത്രമുണ്ട്. മൂസാ നബി ഒരിക്കൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചു, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കടമ പാലിക്കേണ്ടത് ആരോടാണ്? എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടമ ഞാൻ ആരോടാണ് പാലിക്കേണ്ടത്? ഉമ്മയോടാണോ, വാപ്പയോടാണോ, ഉസ്താദിനോടാണോ, മക്കളോടാണോ, സഹോദരങ്ങളോടാണോ, കൂട്ടുകാരോടാണോ, നാട്ടുകാരോടാണോ? മൂസാ നബിയുടെ ചോദ്യം. അള്ളാഹു പറഞ്ഞു, ഏറ്റവും ആദ്യം നീ കടമ പാലിക്കേണ്ടത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് ചോദിച്ചു, ഏറ്റവും കൂടുതൽ രണ്ടാമത് ഞാൻ കടമ പാലിക്കേണ്ടത് ആരോടാണ്? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഊസിക ബി ഉമ്മിക, നിന്റെ ഉമ്മയോടാണ്. മൂന്നാമത് ആരോടാണ് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, ഊസിക ബി ഉമ്മിക, നിന്റെ ഉമ്മയോടാണ്. 1, 2, 3 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ മൂസാ നബി വിചാരിച്ചു, നാലാമത് എന്തായാലും വാപ്പായെ കുറിച്ച് പറയും. മൂസാ നബി ചോദിച്ചു, നാലാമത് ആരോടാണ് ഞാൻ ഏറ്റവും അധികം കടമ പാലിക്കേണ്ടത്? അള്ളാഹു പറഞ്ഞു, ഊസിക ബി ഉമ്മിക, നിന്റെ ഉമ്മയുടെ വിഷയം. അഞ്ചാമത് ചോദിച്ചു, ആരോടാണ്? അള്ളാഹു പറഞ്ഞു, ഊസിക ബി ഉമ്മിക, നിന്റെ ഉമ്മയോടാണ്. ആറാമത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. ഏഴാമത് ഉമ്മിക്ക, നിന്റെ ഉമ്മയോടാണ്. എട്ടാമത് ഉമ്മക്ക, നിന്റെ ഉമ്മയോടാണ്. 9ാമത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. 10ാമതാണ് വാപ്പാടെ കാര്യം പറഞ്ഞത്. യഥാർത്ഥത്തിൽ സ്വഹീഹായ ഹദീസിൽ നബിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞത് 3 പ്രാവശ്യം ഉമ്മയോടെന്ന്, 4ാമത്തെ പ്രാവശ്യമാണ് വാപ്പയോടെന്ന് പറഞ്ഞത്. കാരണം എന്താ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവരാണേ, ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണേ. ഗർഭം ചുമക്കുന്നത് സ്ത്രീകളാണ്, 1ാമത്തെ പദവി. പ്രസവിക്കുന്നത് സ്ത്രീകളാണ്. അല്ല, ഗർഭം ഇപ്പൊ സ്ത്രീകൾ ചുമന്നിട്ട് പ്രസവം ഇപ്പൊ ഇക്കാക്ക് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ പ്രസവവും സ്ത്രീകളാണ്. 2ാമത്തെ പദവി. പാല് കൊടുക്കുന്നതും അവരാണ്. ഞാൻ ഗർഭം ചുമന്നു, ഞാൻ പ്രസവിച്ചു, ഇനി പാല് നിങ്ങൾ കൊടുത്തോളി എന്ന് പറഞ്ഞാൽ കവറ് പാല് വാങ്ങി ചൂടാക്കി കൊടുക്കാനേ പറ്റൂ, ഒപ്പിക്കാത്താക്കി. അല്ലെ? ഈ 3 കാര്യം അള്ളാഹ് ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെയാണ്. അതുകൊണ്ട് ഉമ്മാക്ക് ആദ്യത്തെ 3 പദവി ഉമ്മാക്കെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് ഈ ജോലി പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു? പ്രസവിക്കുന്ന ജോലി എന്തുകൊണ്ട് പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു? എന്താ കാരണം അറിയാം? പെണ്ണുങ്ങൾക്ക് സഹനശക്തി കൂടുതലാണ്, ക്ഷമയല്ല, സഹനശക്തി. സഹനശക്തി കൂടുതലായതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ആ ജോലി ഏൽപ്പിച്ചത്. വേദന സഹിക്കാൻ നല്ല കഴിവാണ് അവർക്ക്. ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിരലൊന്നും മുറിഞ്ഞാൽ നമ്മൾ കൊണ്ട് നടക്കും. എന്റെ വിരല് പോയാ രക്തം വരികയാണല്ലോ, എനിക്കിനി നിസ്കരിക്കാൻ പറ്റൂല 25 ദിവസം എന്ന് പറയും. ചിരി മുറിഞ്ഞേ ഉണ്ടാവുള്ളൂ, കൊണ്ട് നടക്കും. നാടുകാരെ മുഴുവനും അറിയിക്കും. വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ടിട്ട് എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കുകയും ചെയ്യും. നമ്മുടെ വിരൽ അല്പം മുറിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യും. സ്ത്രീകളാണെങ്കിലോ അടുക്കള ജോലി ചെയ്യുമ്പോൾ കൈ മുറിയുന്നു, കാല് മുറിയുന്നു, കൈ തീ പൊള്ളലേക്കുന്നു, ആരോടും പറയില്ല, പാവം ഇങ്ങനെ കൊണ്ട് നടക്കും. ആദ്യം കുറെ മധുഹൊക്കെ പറയും, നല്ല സ്വർണ്ണം ഇവിടെ കൊടുക്കണം കേട്ടോ ഹദിയക്ക് വേണ്ടി, ലാസ്റ്റ് നിങ്ങളെ കുറിച്ച് പറയണുള്ളൂ. അപ്പോ വിരലൊക്കെ മുറിയുമ്പോ ആരോടും അവര് പരാതി പറയില്ല, വേദന സഹിച്ച് ക്ഷമിച്ചു കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് പ്രസവിക്കുന്ന ജോലി നിങ്ങൾ തന്നെ ചെയ്തു എന്ന് അള്ളാഹ് തീരുമാനിച്ചത്. ആണുങ്ങൾ ആരെങ്കിലും ആണ് പ്രസവിക്കുന്ന ജോലി ചെയ്തിരുന്നതെങ്കിലുണ്ടല്ലോ ഈ ലോകത്ത് മക്കൾ തന്നെ കുറയുമായിരുന്നു. ഒരെണ്ണത്തിനെയൊക്കെ പ്രസവിച്ചിട്ട് കൂട്ടുകാരൻ ചോദിക്കും, അളിയ എങ്ങനെയുണ്ട്? വലിയ പാടായിരുന്നടാ, പ്രസവത്തിന്റെ പകുതിയായപ്പോൾ തന്നെ കൊച്ചിനെ തിരിച്ചു കയറ്റാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാ, കാരണം വെളിയിൽ വന്നും പോയി. 2ാമതൊരു കുഞ്ഞിനെ ഞാൻ ഇനി ജീവിതത്തിൽ പ്രസവിക്കില്ല എന്ന് അവൻ തന്നെ തീരുമാനിക്കും, കാരണം അവനെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. സഹനശക്തി സഹോദരിമാർക്ക് കൂടുതലാണ്, പക്ഷെ ക്ഷമ കുറവാണ്. ക്ഷമ കുറവായതുകൊണ്ടാണ് കബറടക്കുന്ന ജോലിയൊക്കെ ആണുങ്ങൾ ഏറ്റെടുത്തത്. നിങ്ങൾ ആരെങ്കിലും കബറടക്കാൻ പോയിരുന്നെങ്കിൽ നിങ്ങൾ കബറിന്റെ അകത്തൂടെ തന്നെ വീണ് നിങ്ങൾ തന്നെ മണ്ണിട്ട് മൂടേണ്ടി വന്നേനെ, ആ ഒരു ഗതി. അതുകൊണ്ട് ആ ജോലി ആണുങ്ങൾ ചെയ്തോളാം, പ്രസവിക്കുന്ന ജോലിയൊക്കെ നിങ്ങൾ ചെയ്തോളാനുള്ള ഏൽപ്പിച്ചു. അപ്പൊ ഇതുകൊണ്ടാണ് 3 പദവി നിങ്ങൾക്ക് അല്ലാഹു കൂട്ടിയത് എന്ന് നബി തങ്ങൾ പറയുന്നു. പക്ഷെ മൂസാ നബിയോട് അല്ലാഹു 9 പ്രാവശ്യം ഉമ്മയെ കുറിച്ച് പറഞ്ഞത് എന്തിനാ? എന്താ കാരണം എന്ന് ആർക്കെങ്കിലും അറിയോ? മൂസാ നബിയോട് 9 പ്രാവശ്യം നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ. 1ാമത് നീ കടമ പാലിക്കേണ്ടത്, 2ാമത്തെ കടമ, 3ാമത്തെ കടമ, 4ാമത്തെ കടമ, ഇതൊക്കെ പാലിക്കേണ്ടത് ഉമ്മ ഉമ്മ എന്ന് പറയാനുള്ള കാരണം എന്താ?
മൂസാ നബിയോട് മാത്രം അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. കാരണം എന്താ? ഒരു നാളിൽ മൂസ ജനിച്ചു, ഉമ്മ ജനിച്ചു, ഖേദം ഭവിച്ചു, ഒരു പെട്ടിയിലാക്കി മോനെ നൈലിലൊഴുക്കുന്നേ. ഒരു നാളിൽ മൂസ ജനിച്ചു, ഉമ്മ തനിച്ചു, ഖേദം ഭവിച്ചു, ഒരു പെട്ടിയിലാക്കി മോനെ നൈലിലൊഴുക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പോ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പോ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. പെട്ടി തുറന്നൊരു നേരം വട്ടമുഖത്തൊളി മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച ഉടനെ മൂസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മ പെട്ടിക്കകത്തടച്ചിട്ട് ആ മൂസാ നബിയെ നൈൽ നദിയിലൂടെ ഒഴുക്കി വിട്ടില്ലേ? ആ ഉമ്മയുടെ മനസ്സിന്റെ സങ്കടം എത്രയാ, ആ ഉമ്മയുടെ മനസ്സിന്റെ നൊമ്പരം എത്രയാ. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞ മൂസാ നബിയെ, നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ 9 പ്രാവശ്യം, ആദ്യത്തെ 9 പ്രാവശ്യം ആ ഉമ്മയോടുള്ള കടമ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. എന്നിട്ട് ആ പടച്ചവൻ പറയുന്നു, നബിയേ, മൻ ബർറ വാലിദൈഹി, ആരെങ്കിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, ആരെങ്കിലും ഉമ്മയെ സ്നേഹിച്ചാൽ, ആരെങ്കിലും വാപ്പയെ സ്നേഹിച്ചാൽ, മാതാപിതാക്കൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു മകൻ ജീവിച്ചാൽ, കുന്ദലഹു വലിയം ഫിദ്ദുനിയാ, അവന്റെ ദുനിയാവിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു കൊടുക്ക് നബിയേ. പോരെ, അതുമാത്രം പോരെ നമുക്ക്? ആരെങ്കിലും ഉമ്മയെയും വാപ്പയെയും സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു പോയാൽ അവന്റെ ദുനിയാവിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കൊടുക്ക് നബിയേ. അവന്റെ സർവകാര്യങ്ങൾ ഞാൻ പരിഹരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്ക് നബിയേ. എന്റെ കാഞ്ഞങ്ങാട് അരിഞ്ഞാല് വന്ന പ്രിയപ്പെട്ടവരെ, ഉമ്മയെ സ്നേഹിച്ചത് കൊണ്ട് ആരും പരാജയപ്പെടൂല എന്ന് അല്ലാഹുവാ പറയുന്നത്. വാപ്പയെ സ്നേഹിച്ചത് കൊണ്ട് ആരും തോറ്റുപോവില്ല എന്ന് പറയുന്നത് അല്ലാഹുവാ. ആരോരുമില്ലാതെ കുറ്റാങ്കുറ്റിരുട്ടാകുന്ന കബറിന്റെ അകത്തളത്തില് ഒരു മകനെ കൊണ്ട് വന്നടക്കിയാൽ, ഒരു മകളെ കൊണ്ട് വന്നടക്കിയാൽ, അവര് മാതാപിതാക്കളെ സ്നേഹിച്ച മക്കളാണെങ്കിൽ അവരുടെ കബറിന്റെ അകത്ത് ഞാൻ ആശ്വാസം കൊടുക്കുമെന്നല്ലാഹ്. വഫിൽ ഹശ്രി റഹീമാ, വഫിൽ ഹശ്രി റഹീമാ, അല്ലാഹുവിന്റെ പരലോകത്ത് അവരോട് ഞാൻ കാരുണ്യം കാണിക്കുമെന്നല്ലാഹ്. ഉമ്മയെ സ്നേഹിച്ചോ കാഞ്ഞങ്ങാടുകാരാ, വാപ്പയെ സ്നേഹിച്ചോ അരിഞ്ഞാലുകാരാ, അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വഫിൽ ഹശ്രി റഹീമാ, നാളെ പരലോകത്ത് നിങ്ങളോട് അല്ലാഹു കാരുണ്യം കാണിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. വഅല സിറാത്തി ദലീലാ, സിറാത്ത് പാലമുണ്ടല്ലോ അല്ലാഹുവേ, താഴ്ഭാഗത്ത് ആളിക്കത്തുന്ന നരകമാണ്. താഴെ വന്ന് വീണുപോയാൽ ആ നരകത്തിന്റെ അകത്ത് കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായി പോകുമല്ലോ. ആ സിറാത്ത് പാലത്തിന്റെ മുകളിൽ നിന്നെ കൈപിടിച്ചുയർത്തുമെന്ന് അല്ലാഹ്. നീ ഉമ്മയെ സ്നേഹിച്ചാൽ, വാപ്പയെ സ്നേഹിച്ചാൽ, അവർക്ക് വേണ്ടി ജീവിച്ചാൽ, അവർക്ക് വേണ്ടി പണമുണ്ടാക്കിയാൽ, അവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുത്താൽ, അവർക്ക് വേണ്ടി വാദിച്ചാൽ, അവരെ ഖൽബിന്റെ ഉള്ളറയിൽ കൊണ്ടു നടന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അല്ലാഹു തന്നെ വിശാലമായിട്ട് ഖബറിലും മഹ്ശറിലും സിറാത്ത് പാലത്തിലുമല്ല നിങ്ങൾക്ക് ഉന്നതമായ പദവി തരുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നി ലാ അഅലമു അമലൻ അഖറബു ഇലല്ലാഹി മിൻ ബിർരിൽ വാലിദാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിനോട് അടുക്കാൻ കഴിയുന്ന ഒരു പുണ്യ പ്രവർത്തനത്തെ കുറിച്ച് എനിക്കറിയില്ലെന്ന് ഇബ്നു അബ്ബാസ്
റളിയല്ലാഹു അൻഹു ഉമ്മയോടും വാപ്പയോടും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തെക്കാൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു അമലിനെ കുറിച്ച് എനിക്കറിയില്ല, എനിക്ക് നബി തങ്ങൾ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സ്വതക്ക ആ ബക്കറ്റ് കൊണ്ടുവന്നു, ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയായിരിക്കട്ടെ. ഈ വിശാലമായ സദസ്സിന്റെ ദുആ സ്വീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് പറയാനില്ലേ? ഒരുപാട് ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയാനില്ലേ? ഒരുപാട് രോഗങ്ങൾ നമുക്ക് മാറണമെന്ന് കൊതിയില്ലേ? മാണിക്കോത്ത ഖത്തീബിനോട് പറഞ്ഞു, ഒരു പ്രിയപ്പെട്ട ഖദീജ എന്ന സഹോദരിക്ക് ദുആരക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദുആരക്കണമെന്ന് പറഞ്ഞു. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്ന സ്നേഹസാഗരം എന്ന കാരുണ്യാലയം, രോഗികൾക്ക് വേണ്ടി, വൃദ്ധസദനം പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, അവിടെ കഴിഞ്ഞ 11-ാം തീയതി മജ്‌ലിസുൻ നൂറും ദുആയും നടക്കുമ്പോ 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഉമ്മ കൊണ്ടുവന്നു. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ നോക്കിയാൽ രണ്ടാമത് നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. തൊലിയെല്ലാം ഇളകിപ്പൊക്കൊണ്ടിരിക്കുന്നു, തലയും അതുപോലെ തന്നെ മുഖവും ഒക്കെ തൊലി ഇങ്ങനെ ചുരുണ്ട് ഇളകി പോവാൻ. ആ പ്രിയപ്പെട്ട കുഞ്ഞ് വേദന കൊണ്ട് പൊട്ടിക്കരയാൻ, നീറ്റലായിരിക്കും ചിലപ്പോ. ആ പ്രിയപ്പെട്ട ഉമ്മ പറയണു, ഉസ്താദേ, ഈ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ഞങ്ങൾക്കൊരു മാർഗം കിട്ടണില്ല, എങ്ങനെയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാ മാസവും ഇവിടെ മജ്‌ലിസുൻ നൂറിന് ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുവരാം, ഉസ്താദ് കണ്ണീരോടെ ദുആരക്കണമെന്ന് പറഞ്ഞു. ഇതുപോലെ എത്രയോ ആവശ്യങ്ങൾ. ഇന്നത്തെ ദുആ നമുക്ക് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹുവിനോട് അടുക്കാൻ ഏറ്റവും നല്ലത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണെങ്കിൽ, ഇന്നൊരു നല്ല സ്വതക്ക എടുത്ത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കണം, ഇതെന്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയാണ്. അവര് മരിക്കട്ടെ, അവര് ജീവിച്ചിരിക്കട്ടെ, അവര് നമ്മളോട് പിണങ്ങട്ടെ, അവര് നമ്മളിൽ നിന്ന് അകന്നു കഴിയട്ടെ, നമ്മളെ ശകാരിച്ച് ചീത്ത വിളിച്ച് വീട്ടിൽ നിന്ന് ആട്ടിയിറക്കട്ടെ, എങ്ങനെയോ ആവട്ടെ, നാളെ പരലോകത്ത് മാതാപിതാക്കളുടെ വിഷയത്തിൽ എന്നെ അള്ളാഹു പിടിച്ചു നിർത്താൻ പാടില്ല. അതിനുവേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് ഒരു സ്വതക്ക കയ്യിലെടുത്ത് വെക്കണം. ഹദിയയുടെ പ്രവർത്തകർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇവർക്ക് അതിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ജീവിക്കാനല്ല. ABM അഷ്റഫ് സാഹിബിന് നിങ്ങൾ ഈ ബക്കറ്റിലിട്ട് കൊടുക്കുന്ന 1000 രൂപ എടുത്തിട്ട് വേണ്ട തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇവിടുത്തെ ഒരു സംഘാടകർക്കും അതിന്റെ ആവശ്യമില്ല. അവരെന്നോട് പറഞ്ഞ എന്റെ മനസ്സലിഞ്ഞു പോയൊരു വാർത്ത എന്തെന്നറിയോ? അതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകൻ എന്നോട് അഷ്റഫ് സാഹിബിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മൈക്കിനും അതുപോലെ സ്റ്റേജിനും പന്തലിനും ഒക്കെ ഓരോരുത്തരെ ഓഫർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങൾ എടുക്കുക. ഹദിയയുടെ കാശ് അതിനൊന്നും ഞങ്ങൾ എടുക്കലില്ല. ഞങ്ങൾക്ക് ഹദിയക്ക് വേണ്ടി ജനങ്ങൾ തരുന്ന ഹദിയ, അത് ഹദിയക്ക് തന്നെ ഞങ്ങൾ പ്രവർത്തിപ്പിക്കും. അല്ലാതെ ഞങ്ങളിപ്പോ 10-11 പേര് ഞങ്ങളുടെ ഓഫീസിന്റെ റെന്റ് കൊടുക്കുന്നത് ഞങ്ങളുടെ കാശാണ്. എവിടെയെങ്കിലും അത്യാവശ്യം വണ്ടിയിൽ ഇതുമായി ചർച്ചയ്ക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് പോവുക. ഈ സംഘടനയുടെ കാശെടുത്തിട്ട് ഞങ്ങൾ ഒരിക്കലും സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി പോലും ഉപയോഗിക്കലില്ല. വിദ്യാഭ്യാസത്തിനാണ് തന്നതെങ്കിൽ അതിനു വേണ്ടി തന്നെ, ചികിത്സയ്ക്ക് വേണ്ടിയാണ് തന്നതെങ്കിൽ അതിനു വേണ്ടി തന്നെ, അതുപോലെ തന്നെ വീണ്ടും തിരിച്ച് കൂട്ടി വെച്ചാ കറക്റ്റായിട്ടിരിക്കണം. നിങ്ങൾ കൈയും കാര്യം മര്യാദയ്ക്ക് വെച്ചിരുന്ന എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുമ്പോൾ അവിടെ നിന്ന് തന്നെ വേറെ വാക്ക് ഇങ്ങോട്ട് പറഞ്ഞ പോലെ തോന്നും. അതുകൊണ്ട് പ്ലീസ്. അപ്പോ വീട് വെച്ചു കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നല്ലപോലെ ഇരുന്നതിനെ പിടിച്ച് തിരിച്ചില്ലാതെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിലേ വരുന്നു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് കറക്റ്റായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു, വളരെ ഭംഗിയായിരുന്നു, എല്ലാം ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മൈക്കും എല്ലാ സംവിധാനവും. ഇത്രയും നല്ല മൈക്കിലെ അടുത്തൊന്നും പ്രസംഗിച്ചിട്ടുമില്ല. പക്ഷെ അത് നിങ്ങൾ തിരിച്ചതിനെ ഇല്ലാതാക്കരുത്. അപ്പോ വീടിന് വേണ്ടിയാണെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിലും വിജ്ഞാനത്തിന് വേണ്ടിയാണെങ്കിലും ഏതിനാണോ നിങ്ങൾ കാശ് തരുന്നത് അതിനു വേണ്ടിയിട്ട് അവരത് വിനിയോഗിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഇത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാ, ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി. മരിച്ചെങ്കിൽ അവരുടെ ഖബറിലേക്ക്, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആഫിയത്തിന്, അവരുടെ രോഗശാന്തിക്ക്, അവരുടെ സന്തോഷത്തിന്. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. കറക്റ്റ് ഞാൻ കറക്റ്റ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് തനിയെ പൊങ്ങി വരോ? ബക്കറ്റ് സ്വന്തമായിട്ട് പൊങ്ങിയവരെയും പറയണല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, അർഹമുറഹീമായ കരുണക്കടലായ പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സ്വതക്ക നീ ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ പടച്ചവനെ. പാരാവാരം പോലെ അറിഞ്ഞാലും ഹദിയുടെ സരസിനെ അത്ഭുതപ്പെടുത്തിയിട്ട് തടിച്ചുകൂടിയ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സംഭാവന അവിടെ ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി സ്വീകരിക്കണേ അല്ലാഹു. എല്ലാവരും ആമീൻ പറയേ.
ഇതെന്തോന്നറിയ ഇത് കറക്റ്റ് ചെയ്ത് വെക്കുക, നേരത്തെ ഇരുന്ന പോലെ കൈ കാലം പറഞ്ഞിരിക്കൂല. അല്ലാഹുവേ പടച്ചവനെ, അവരുടെ കയ്യിലിരിക്കുന്ന സ്വതക്കൈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ പടച്ചവനെ അവരുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നീ സ്വീകരിക്കണം തമ്പുരാനെ. അവിടേക്ക് നീ ഖബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വേദനയോടെ പ്രസവിച്ച ഉമ്മയുടെ പൊരുത്തക്കേട് കൊടുക്കരുത് അല്ലാ. വാപ്പാടെ പൊരുത്തക്കേട് കൊടുക്കരുത് അല്ലാ. കരുണക്കടലായ നാദാ, മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സഹോദരങ്ങളെ സഹോദരിമാരെ സുറക്കയിടുമ്പോ ആ സുറക്ക കൊണ്ട് ഏറ്റവും വലിയ നേട്ടം നീ അവിടെ മാതാപിതാക്കളോടൊപ്പം ഇവർക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ചെയ്തു കൊടുക്കുക, വേഗമാവട്ടെ. എത്ര ബക്കറ്റ് ഉണ്ട് ഇവിടെ? ബക്കറ്റ് ഉണ്ടോ? എവിടെ? ഒരെണ്ണേ ഉള്ളൂ. ബക്കറ്റ് ഉണ്ടോ? വേഗം കൊണ്ടോ. എനിക്ക് വാത് പറയണം. നിങ്ങൾ ഈ ബക്കറ്റ് ദിവസം നടത്തിക്കൊണ്ടിരുന്ന പിരിവ് മാത്രം പറ്റൂല, വാത് കിടക്കണം. ചെറിയ കുട്ടികളെ കൊടുക്കരുത് ബക്കറ്റ്. ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്ന ബക്കറ്റിൽ ഒരു 10 വയസ്സ് പോലും ഒരു മനുഷ്യനിടരുത്. ഞാൻ കണ്ടില്ല ഇവിടെ ഇത്രയും. അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും പിരിവിന് സമയമില്ല. വാഗ്ദാനങ്ങൾ പറയാനൊന്നും സമയമില്ല. ഞാൻ ഒരുപാട് പിരിക്കുകയില്ല. അതിനുവേണ്ടിയാണെങ്കിൽ വിളിക്കാൻ വേണ്ട. അതിൽ കുറച്ച് ഹദിയ ചെയ്താൽ മതി. ഞാനിപ്പോൾ പറയുന്നത് ഈ പറയുന്ന കാര്യം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ മതി. അനൗൺസ്മെന്റ് ഒക്കെ പിന്നീട് ഈ ബക്കറ്റ് കൊടുത്തയക്കുന്നത് കൃത്യമായും ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ ഭാഗത്ത് ഇപ്പൊ എത്തണം വളരെ പെട്ടെന്ന്. ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് ഈ ഭാഗത്ത് വാതു പറയാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വാതു പറയണം. പൈസ പിരിവിന് വേണ്ടി സമയം ചെലവഴിക്കാനൊന്നും ഇല്ല. അത് കുറച്ച് ഇടയ്ക്ക് ചോദിക്കും, താല്പര്യമുള്ളവർ പറയും, എന്നിട്ട് അത്ര നിർത്തും. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്താൽ പറ്റൂല മോനെ. ഇതിനകത്ത് കയറിയിട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ബക്കറ്റ് കളക്ഷനിൽ സാധാരണ 3-4 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് കേട്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. ആ സ്വർഗ്ഗത്തിന്റെ സുഖങ്ങളെ സംബന്ധിച്ച്, സ്വർഗ്ഗത്തിന്റെ കൊട്ടാരത്തെ സംബന്ധിച്ച്, സ്വർഗ്ഗത്തിന്റെ അരുവിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. എത്ര ഭംഗിയാണ് നബി തങ്ങൾ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ. കാഞ്ഞങ്ങാടുകാരെ, ഒരു ദിവസം സ്വർഗമെന്ന വിഷയം മാത്രം അങ്ങോട്ട് പ്രസംഗിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ മധുര മനോഹരമായി അത് കേട്ടുകൊണ്ട് കൽബ് നിറഞ്ഞു പോകും നമ്മുടെ മനസ്സിൽ. അത്രത്തോളം ആയിരക്കണക്കിന് ഹദീസുകളാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാലോ, നേരിട്ട് റസൂലുള്ള സ്വർഗത്തെ കുറിച്ച് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്താലോ, നേരിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് പറഞ്ഞു കൊടുത്താലോ എന്ത് രസമായിരിക്കും അതെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങൾ പറയുന്നു, വസമിഅതു ഫീഹാ ഖിറാഅത്തൻ, ആ സ്വർഗ്ഗത്തിന്റെ അകത്ത് ഞാൻ കടന്നു വന്നപ്പോൾ ഒരു ഖിറാഅത്ത് കേട്ടു. സ്വർഗ്ഗത്തിന്റെ അകത്ത് ഞാൻ കടന്നു വന്നപ്പോൾ ഒരു ഖിറാഅത്ത് കേട്ടു. ഇവിടെ അനസ് അൽ അസ്ഹരി എന്ന പ്രിയപ്പെട്ട സഹോദരൻ ഖിറാഅത്ത് നടത്തിയതുപോലെ അല്ലാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ വല്ലാത്ത അനുഭൂതി ഉണ്ടാകിയിട്ട് ഒരു ഖുർആനിന്റെ മധുരമായ ശബ്ദം ഞാൻ ആ സ്വർഗത്തിന്റെ അകത്ത് കേട്ടു. എന്ത് രസമായിരുന്നു കേൾക്കാൻ. സ്വർഗത്തിന്റെ അകത്ത് ഖുർആൻ പാരായണം, സ്വർഗത്തിന്റെ അകത്ത് ഖുർആൻ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ സ്വർഗത്തിന്റെ അകത്ത് ഖുർആൻ പാരായണം കേട്ടപ്പോൾ ഇതാരാണ് ഖുർആൻ ഓതുന്നതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു എന്ന് നബി തങ്ങൾ പറയുകയാണ്. ആരാണ് ഈ ഖുർആൻ ഓതുന്നതെന്ന് നബി തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചപ്പോ ജിബ്രീൽ പറഞ്ഞു, നബിയേ വഹിയ ഹാരിസത്ത് ബിൻ നുഅ്മാൻ, ഹാരിസത്ത് ബിൻ നുഅയ്മാൻ എന്ന് പറയുന്ന സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്തിനാണ് സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതുന്നത്? സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതുന്നത് എന്തിനാണ്? ആ സമയത്ത് മലക്ക് പറഞ്ഞു, നബിയേ വകാന അബറന്നാസി ബി ഉമ്മിഹി, ലോകത്ത് ഉമ്മയോട് ഏറ്റവും അധികം സ്നേഹം കാണിച്ചത് ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന സഹാബിയാണ്. ഉമ്മയെ ഒരുപാട്
ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട്, ഉമ്മയെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തില് ഖുർആൻ ഓതാനുള്ള ഭാഗ്യം നബിതങ്ങൾ ആ ഹാരിസ് ഇബ്നു ഉമാൻ അല്ലാഹു കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ സ്വർഗത്തിൽ ഖുർആൻ ഓതണ്ട, പക്ഷേ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്നിരുന്ന് ഒരു ഫാത്തിഹ ഓതാൻ നമ്മുടെ മക്കൾക്ക് കഴിയണമല്ലോ. ആരോരുമില്ലാത്ത ഖബറിന്റെ അകാരമാറ ഗർത്തത്തിന്റെ ഉള്ളറയിൽ കിടക്കുമ്പോ ആരാണ് പെങ്ങളെ നിനക്കൊരാശ്വാസം തരുന്നത്? ആരാണ് നമുക്ക് വേണ്ടി ഒന്ന് ഖുർആൻ ഓതുന്നത്? ആരാണ് നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്ന് സലാം പറയുന്നത്? ഉഷാറുബാക്കവിയുടെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടും 4 വർഷമാകാൻ പോവുകയാണ്. ഈ റമളാനാകുമ്പോ 4 വർഷമാവുകയാണ്. ഒരൊറ്റ ദിവസം പോലും ഒരു ഫാത്തിഹ പോലും ഓരാത്ത ഒരു ദിവസം എന്റെ വാപ്പാക്ക് ഞാൻ സമർപ്പിച്ചു കൊടുത്തിട്ടില്ല. കാരണം എന്തെന്നറിയോ? ചെറ്റക്കൂരയുടെ അകത്തളത്ത് കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട എന്നെ എന്റെ വാപ്പ വീടാന്തരം പോയി പണിയെടുത്ത് കട്ടപ്പെടുത്തിയിട്ടാണ് ഭക്ഷണം കൊണ്ട് തന്നത്, കിതാബ് വാങ്ങി തന്നത്, എന്നെ മുത്തല്ലിമാക്കാൻ പറഞ്ഞു വിട്ടത്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് അരിഞ്ഞാലിന്റെ സ്വർഗീയ ആരാമത്തിന്റെ വലിയ സരസിന്റെ പ്രതിഫലം ഒരു സമ്മാനപ്പൊതി പോലെ ആ ഖബറിന്റെ അകത്ത് കൊടുക്കണേ അല്ലാ. നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്ക് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ? നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ? അവരുടെ വിലയും നിലയും നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇന്ന് മാതാപിതാക്കൾക്ക് വിലയുണ്ടോ? ഇന്ന് മാതാപിതാക്കൾക്ക് ഗുണമുണ്ടോ? ഇസ്ലാം മാതാപിതാക്കളുടെ കടമയ്ക്ക് പറയുന്നത് ഹുഖൂഖ് എന്നാണ്. 2 അറബി വാക്കുകൾ, ഒന്ന് ഹുഖൂഖ്, മറ്റൊന്ന് ഉഖൂഖ്. ഒന്നിന് ഹ ആണ്, പുള്ളിയില്ലാത്ത ഹ, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന ഹ, ഹുഖൂഖ്. സമസ്തയുടെ അൽബിർ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുമക്കളോട് ചോദിച്ചാൽ ഹുഖൂഖ് എന്ത്, ഉഖൂഖ് എന്ത്, ജബൽ എന്ത്, സയ്യാറത്ത് എന്ത്, ഫീൽ എന്തെന്നൊക്കെ ആ മക്കൾ പറഞ്ഞു തരും. ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോയതല്ലേ. എന്തൊരു നല്ല സ്കൂളാണെന്നറിയോ? ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുമക്കൾക്ക് പ്രീ പ്രൈമറി ക്ലാസ്. വളരെ സന്തോഷം. എന്റെ നാട്ടിൽ അതിന് തുടങ്ങുന്നതിന്റെ പേപ്പർ വർക്കൊക്കെ 90% കഴിഞ്ഞു. നമ്മൾ ദ്വാരക്കണം. തെക്കൻ കേരളത്തില് അത്തരം സ്ഥാപനങ്ങളും ജാമ്യയുടെ ജൂനിയർ കോളേജൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ദുആയും നിങ്ങളുടെ പ്രാർത്ഥനയും ഈ വലിയതിനെന്നും ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോ ചെറിയ മക്കൾക്ക് വരെ അറിയാം ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ എന്താ. നിങ്ങളത് പഠിക്കണം. കൊണ്ടുവരുന്ന കസേരയിൽ ഇൻഷാ അല്ലാഹ് ഇതിനകത്ത് സൗകര്യം ഉണ്ടെങ്കിൽ എടുത്തിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളോടുള്ള കടമ പാലിക്കുന്നതിനാണ് ഹുഖൂഖ് എന്ന് പറയാം. ഹുഖൂഖ് എന്ന് പുള്ളിയില്ലാതെ ഐന് കൊണ്ട് പറഞ്ഞാലോ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിനാണ്. ഒരു ചെറിയ അക്ഷര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹുഖൂഖാണെങ്കിൽ സ്വർഗത്തിലും ഹുഖൂഖാണെങ്കിൽ നരകത്തിലുമാണ്. ഹദിയ എന്ന് പേരിട്ട നാസർ സാഹിബൊക്കെ നല്ല പഠിച്ചോ? അവാർഡ് വാങ്ങിയ മാത്രം ഹുഖൂഖൊക്കെ പഠിച്ചു. അപ്പോ ഹുഖൂഖാണെങ്കിൽ നരകവും ഹുഖൂഖാണെങ്കിൽ സ്വർഗവുമാണ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് അതിന് പരിചയപ്പെടുത്തി തന്നാൽ നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ ഉമ്മയുടെയും വാപ്പയുടെയും മുഖം അൽഹംദുലില്ലാ എന്റെ മോൻ വരണു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം. നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വാപ്പയും അല്ലോ മോൻ പറഞ്ഞു ഓടിക്കൂടി അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് നരകം. അത്രേ ഉള്ളൂ. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ പൊന്നുമോൻ വരികയാണ് അൽഹംദുലില്ലാ എന്നാണ് ഉമ്മ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം. എന്റെ മോൻ വരികയാണ് മിണ്ടല്ലേ, അല്ലാ ഇനി അവൻ പോണവരൊരു അക്ഷരം മിണ്ടല്ലേ എന്നാണ് പറയണമെങ്കിൽ നിങ്ങൾ കാര്യത്തിൽ തീരുമാനമായി. ഇതാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അറബി ഭാഷ ഇപ്പൊ പഠിക്കണമെന്നില്ല. ഇങ്ങനെ മനസ്സിലാക്കി ഇതിലേതാണ് നിങ്ങളുടെ ഭർത്താവ് എന്ന് നിങ്ങൾ ചിന്തിക്കും സഹോദരിമാരെ. നിങ്ങളെന്നുള്ളത് പിന്നെ ചിന്തിക്കാം. ആദ്യം നിങ്ങളുടെ ഭർത്താവ്. നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിന് നരകം കിട്ടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ മാത്രമേ ഭർത്താവിന്റെ ഉമ്മയെ സ്നേഹിക്കരുത് എന്ന് ഭർത്താവിനോട് പറയാവൂ. ആലോചിച്ചു. ഭയങ്കര ഭർത്താവിന്റെ സ്നേഹമായിട്ട് ഇറങ്ങി നടക്കാൻ, ഉമ്മയെ നോക്കാൻ വിടൂല, ഉമ്മയെ കാണാൻ വിടൂല, ഉമ്മാക്ക് വേണ്ടി പൈസ കൊടുക്കുന്നൊരു തെറ്റ്, വാപ്പാക്ക് വേണ്ടി പൈസ കൊടുക്കുന്നൊരു തെറ്റ്, നിങ്ങൾ സമ്പാദിച്ചതെല്ലാം അവിടെ കൊണ്ടുകൊടുത്ത് എന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു ആകെ മനസ്സിന്റെ വല്ലാത്ത വിഷമവും സങ്കടവും ഉണ്ടാക്കി കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ മാതാപിതാക്കളോട് നമുക്ക് പൈസ കൊടുക്കാനും സ്നേഹം കൊടുക്കാനും കുറയുന്നത് എപ്പോഴെന്നറിയോ? അവരോട് താല്പര്യം കുറയുന്നത് നമുക്ക് മക്കളുണ്ടാകുമ്പോഴാണ്.
നമുക്ക് മക്കളുണ്ടാകുമ്പോഴാണ്. നമ്മുടെ ഭാര്യ പ്രസവിച്ച് ഹോസ്പിറ്റലിനകത്ത് കിടക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുമ്പോ ഭാര്യ പറയും, ഇക്ക മോളാണ്, ഇനി ഇതുപോലെ ഇങ്ങനെ കറങ്ങി നടന്നാൽ പറ്റൂല, പൈസ ഒന്നും പാഴാക്കി കളഞ്ഞാൽ ഇനി ഉമ്മാക്ക് 1000 വാപ്പാക്ക് 2000 എന്നും പറഞ്ഞു കൊണ്ട് കൊടുക്കരുത്, എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാ. ഇങ്ങനെ ഭാര്യ ഉപദേശിച്ചു കൊടുക്കുമ്പോഴാണ് ഉപ്പാക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്ന ഭർത്താവ് പിന്നെ പൈസ കുറയ്ക്കുന്നത്, ഉമ്മാക്ക് കൊടുത്തുകൊണ്ടിരുന്നവൻ പിന്നെ പൈസ കുറയ്ക്കുന്നത് അപ്പോഴാണ്. ഇത് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ നല്ലതിന് ചേർന്നതല്ല. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ഒരു ജീവിതം ഭാര്യയ്ക്കും വേണ്ട, ഭർത്താവിനും വേണ്ട. അതിന് നിങ്ങൾ അനുവാദം കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ. ഒരു സ്വാലിഹായ മനുഷ്യൻ പറയുകയാണ്, തന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അയാളിരുന്ന് കരച്ചിലോട് കരച്ചിൽ തന്നെയാണ്. സഹോദരങ്ങൾ വന്നു പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അവര് പറഞ്ഞു, നമ്മുടെ ഉമ്മമാരും മരിച്ചുപോയല്ലോ, പക്ഷെ ഇത് എത്ര ദിവസമായടാ, ഇത് എത്ര ദിവസമായടാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാള് പറയുകയാണ്, നിങ്ങളുടെ ഉമ്മയെ പോലെയല്ല എന്റെ ഉമ്മയെ ഞാൻ കണ്ടിരുന്നത്. കുന്തു, ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, യതഖബ്ബലു കുല്ല യൗമിൻ ഖദമ ഉമ്മിഹി, എല്ലാ ദിവസവും ഞാൻ എന്റെ ഉമ്മയുടെ കാൽപാദത്തിൽ പോയി മുത്തം കൊടുക്കുമായിരുന്നു രാത്രിയിൽ. അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരൻ പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാൽപാദത്തിൽ പോയി മുത്തം കൊടുക്കുമായിരുന്നു. രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉറങ്ങിക്കഴിയുമ്പോ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ചെന്ന് ഞാനൊരു മുത്തം കൊടുക്കുമായിരുന്നു. പക്ഷേ എന്റെ ഉമ്മയങ്ങ് മരിച്ചപ്പോ ഇനി എനിക്ക് മുത്തം കൊടുക്കാൻ കഴിയില്ലല്ലോ. കുന്തു അത്തമറൗ ഫീ റിയാദിൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ തോട്ടത്തിൽ മധു നുകർന്നു കഴിഞ്ഞവനാണ്. എന്റെ ഉമ്മയുടെ കാൽപാദത്തിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച നബിയേ, ആ ഉമ്മയുടെ കാലിൽ എനിക്കിനി മുത്തം കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ആ പ്രിയപ്പെട്ട സഹാബി കരഞ്ഞെങ്കിൽ, നിന്റെ ഉമ്മാക്ക് നീ മുത്തം കൊടുത്തിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഉമ്മയുടെ ശിരസിൽ നിനക്കൊരു മുത്തം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ കൈ കൊണ്ട് ഉമ്മയെ ഒന്ന് തടവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പെങ്ങളെ, എന്റെ ഉമ്മച്ചിയല്ലേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉമ്മാക്ക് ഒരു മുത്തം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ നാട്ടിൽ ഞാൻ തുടങ്ങിയ ആതുരാലയത്തിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയോ? ആരോരുമില്ലാത്തവരെ, വഴിയിൽ കിടക്കുന്നവരെ, കൈകാലി മുറിഞ്ഞു പോയവരെ, കുഷ്ഠരോഗം ബാധിച്ചവരെ, സുന്നത്ത് ജമാഅത്തിന് അങ്ങനെ ഒരു സ്ഥാപനം വേണമല്ലോ. അല്ലാഹുവേ, ഞാൻ ആ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ കൊണ്ടുവന്ന് ഒരു ചെറിയ ഷെഡ് വാടകയ്ക്കെടുത്തിട്ട് അതിന്റെ അകത്ത് പാർപ്പിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വെള്ളം കൊടുക്കുന്നു, അവർക്ക് സ്നേഹം കൊടുക്കുന്നു. ഈ അഷ്റഫ് സാഹിബ് അവിടെ വന്നത് കണ്ടനുഭവിച്ചു മനസ്സിലാക്കിയവരാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ ഒരു തങ്കമ്മ എന്ന് പറയുന്ന ഒരു ഹിന്ദു സ്ത്രീ ഉണ്ടായിരുന്നു. തങ്കമ്മ എന്ന പേരുള്ള ഒരു ഹിന്ദു സ്ത്രീ ഉണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട സ്ത്രീ വയോവൃദ്ധയാണ്, തളർന്നു കിടക്കുന്നവരാണ്. അവരെ കാണാൻ റൂമിന്റെ അകത്തേക്ക് നമ്മൾ ആരെങ്കിലും കടന്നു ചെന്നാൽ ആ സ്ത്രീ ചോദിക്കുന്നവരെന്തെന്നറിയോ? എന്റെ മോനാണോ, എന്റെ മോനാണോ, എന്റെ മോനാണോ വന്നത്? ഞങ്ങൾ പറയും, അമ്മേ നിങ്ങൾക്ക് ഞങ്ങളുടെ മകനെ പോലെ കണ്ടൂടെ, ഞങ്ങളെ നിങ്ങളുടെ മക്കളെ പോലെ കണ്ടൂടെ. ഞങ്ങൾ തൊപ്പിയുള്ളവരാണെങ്കിലും ദാടിയുള്ളവരാണെങ്കിലും ഈ സമുദായത്തിൽ വിശ്വസിക്കാത്തവരെ കഴുത്തറുക്കാൻ മുത്ത് റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ശബരിമലയിലേക്ക് പോകുന്നവരെ കൊന്നൊടുക്കണമെന്ന് പറയുന്ന മതമല്ല നമ്മുടെ മറമൈത്രിയുടെ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ വിളനിലമാണ് നമ്മുടെ നാടെന്ന് പറഞ്ഞ് ആ അമ്മയുടെ കണ്ണീര് തുടച്ചു കൊടുക്കുമ്പോ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും നമ്മൾ മറക്കല്ലേ, അവരെ നമ്മൾ ഒഴിവാക്കല്ലേ, അവരെ നമ്മൾ അവഗണിക്കല്ലേ, അവരെ നമ്മൾ കുറ്റപ്പെടുത്തല്ലേ. ആ മാതാപിതാക്കളാണ് സ്വർഗത്തിന്റെ കവാടമെങ്കിൽ ആ സ്വർഗീയ അനുരാഗത്തിന്റെ മധുവനികൾ നുകരാ. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സ് വെക്കുക. ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ ഏറ്റവും വലിയ ഉമ്മയോട് സ്നേഹം കാണിച്ചിരുന്നയാളാണ്.
അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉമ്മയോടും വാപ്പയോടും ഏറ്റവും അധികം സ്നേഹം കാണിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു വലിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എന്താണ് കംപ്ലൈന്റ് എന്നറിയാം? ആ കാലഘട്ടത്തിൽ എല്ലാവരും ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവക്കാരായിരുന്നു. ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നല്ല, ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് തന്നെ കഴിക്കും. ഒരു പാത്രത്തിൽ ഭക്ഷണം ഇട്ടിട്ട് അത് ഉമ്മയോടൊത്തിരുന്ന് ഉമ്മ ഒരുള്ള കഴിക്കും, മകനെടുത്തത് കഴിക്കും, മകളെടുത്തത് കഴിക്കും, അങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന നല്ല ഒരു സമ്പ്രദായം. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹമാണ് ഇവിടെ ഇന്നത്തെ സദസ്സിൽ വന്നിരുന്നെങ്കിൽ അസ്രഫ് സാഹിബിന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കസേരയിലിരുന്ന് മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഒരു വലിയ പാത്രത്തിനകത്ത് ഭക്ഷണം ഇട്ടിട്ട് ഒരുമിച്ച് വളഞ്ഞിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് കറിയൊക്കെ മിക്സ് ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുന്ന ഒരു രീതിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. ഒരു തരി ഭക്ഷണം നിങ്ങൾ നിലത്ത് കളഞ്ഞാൽ അത് ബഹുമാനപ്പെട്ടവരെടുത്ത് കഴിക്കും. നിങ്ങൾ 5 ആള് ചായ കുടിച്ചിട്ട് അത്തിപ്പറ്റ ഉസ്താദിന്റെ മുമ്പ് ഇരുന്ന് ചായ കുടിച്ചിട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് നോക്കും അവസാനം ക്ലാസ്സിൽ ചായ ഇരിക്കുന്നുണ്ടോന്ന്. 5 ആളിന്റെയും ക്ലാസ്സിലിരിക്കുന്ന ചായ ഉസ്താദ് സ്വന്തം ക്ലാസ്സിൽ ഒഴിച്ചിട്ട് ഉസ്താദ് കുടിക്കും. അതാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആലിമീങ്ങൾ സ്വാലിഹീങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് അള്ളാഹു ബാപ്പു ഉസ്താദിന്റെയും കൂമനംപുത്തൂർ ഉസ്താദിന്റെയും ചെറുശ്ശേരി ഉസ്താദിന്റെയും ഒക്കെ ഖബർ ഈ വലിയ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പ്രവിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗീയ അനുഗ്രഹവും അനുഭൂതിയും ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ പ്രിയപ്പെട്ട ഉലമാക്കൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയല്ലേ ഭക്ഷണം കഴിക്കുക. എന്റെ വീട്ടില് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് വലിയ ഒരു പാത്രം. വല്ലപ്പോഴും, എല്ലാ ദിവസവും ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റൂല, അതിന് സമയം കിട്ടൂലല്ലോ. മക്കളൊക്കെ വീട്ടിലുള്ള സ്കൂളില്ലാത്ത ദിവസം ഞാനും ഭാര്യയും മക്കളും കൂടി വളഞ്ഞിരുന്ന് ആ ഭക്ഷണം കഴിക്കും. എന്റെ മൂത്ത മോൻ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അള്ളാഹു തൗഫീക്ക് തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയല്ലോ. അങ്ങനെ വളഞ്ഞിരുന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിക്കും, നല്ല രസമാണ്. അതിലൊരു ബറക്കത്ത് ഉണ്ടാവും, അതൊരു ഐശ്വര്യം ഉണ്ടാവും, അതൊരു പുണ്യം ഉണ്ടാവും. ഒരു ദിവസം നിങ്ങൾ, ഒരു മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ അങ്ങനെ കഴിച്ചു നോക്കി, തീർച്ചയായും ഞാൻ പറയാണ്, നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു പൊരുത്തം അല്ലാഹു തരും, ഒരു ഐക്യമുണ്ടാകും, നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും. ഒരുമിച്ചിരുന്ന് കഴിച്ചു നോക്കി. ചില ആള് പറയും ഞാൻ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നും വരുന്നില്ല, അവനായിരിക്കും ആ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. നിങ്ങളൊന്ന് വിളിച്ചു നോക്കണം, നിങ്ങളുടെ അനുജനെ ജ്യേഷ്ഠനെ കുടുംബത്തിൽ പോയി ഒരുമിച്ചിരുന്ന് കഴിക്കുക. വാക്കവി എങ്ങനെ പലതും പറയാം, അയാൾക്ക് തലയ്ക്ക് സുഖമില്ല, ഞാനങ്ങനെ, അവനായിരിക്കും ആ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. അവരൊരുമിച്ചിരുന്ന് കഴിക്കാൻ വരൂല. സഹോദരിമാരെ, സ്ത്രീകൾ മാത്രം ഇരുന്ന് കഴിച്ചോ, അനിയത്തിയും ചേട്ടത്തി, സുബ്ഹാനല്ലാഹ്, അവരൊരുമിച്ച് കൂടിയാ വല്ലതും കഴിക്കുവോ? ഇരുതീ ചേർന്നാൽ വലിയൊരു തീയാണ്, ഇരു സ്ത്രീ ചേർന്നാൽ ഉലകിൽ തീ എന്നാണ്. 2 പെണ്ണുങ്ങൾ ചേർന്നിരുന്നാൽ ലോകം മുഴുവനും കത്തിപ്പോകുന്നു. അതുകൊണ്ട് പാത്രമൊക്കെ കത്തിപ്പോകണം, വെറുതെ പറയാതെ കാര്യമില്ല. നിങ്ങൾ നല്ല സ്ത്രീകളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അനുജത്തിയും ജ്യേഷ്ഠത്തിയും മിത്തായും ഉമ്മായും ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാം. നുണയൊന്നും പറയാതെ, ഫസാദു ഈബത്തൊന്നും പറയാതെ ബിസ്മില്ലാഹ് കഴിച്ച് ഇടയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യണൊക്കെ ദുആരൊക്കെ ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ത് രസമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം സഹാബികൾക്കുണ്ടായിരുന്നു. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വലിയ പരാതി, അദ്ദേഹം ഉമ്മയോടൊത്ത് ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല, വലിയ പരാതി. അതൊരു വലിയ കംപ്ലൈന്റ് ആയിട്ടാണ് കണ്ടത്. നമ്മളൊക്കെ ആ പാത്രം എടുത്ത് ഉമ്മയുടെ തലക്കടിക്കുന്നു, അതൊന്നും നമുക്കൊന്നും വലിയ കംപ്ലൈന്റ് അല്ല. കൂട്ടുകാർ പറയും കൊല്ലാത്തന്തറ ആ കിളവിയെ അടിച്ചിട്ട് വന്ന ഞാനാണ് നീ കുത്തി കയറ്റെന്ന് പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ അന്ന് അങ്ങനെയാണ്. നമ്മൾ ആരെങ്കിലും ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഉമ്മ കഴിക്കുന്നതോടൊപ്പം തന്നെ ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഈ അടുത്ത സമയത്താണ്, പണ്ട് ചെറുതിലെ മോനെ അമ്പിളിയമ്മാവനെ നോക്കടാന്ന് ഉമ്മ പറയും. നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോ നാക്കുമ്പോ തന്നെ ഉമ്മ ഭക്ഷണം തരും, കുറച്ച് ഭക്ഷണം ഉമ്മയും കഴിക്കും. അങ്ങനെ ഒരുമിച്ച് കഴിച്ചതല്ല. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ആരെങ്കിലും ഉമ്മയോടൊത്തിരുന്ന് ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ഒരു 4-5 മാസത്തിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക നോക്കട്ടെ. അത്രയും വലിയ സ്വാലിഹ്യങ്ങളുണ്ടോന്ന്. ആരുമില്ല. ഒരാളുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആ ഒരാളെ കാണാൻ നിങ്ങൾക്ക് എത്ര താല്പര്യമാണെങ്കിൽ ആ ഒരാള് 2-3 പേരുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അദ്ദേഹം അതിനെക്കുറിച്ച് ഒരുപാട് വാചാലനായി എന്നോട് സംസാരിച്ച സഹോദരനാണ്. അല്ലാഹു ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗ്ഗം കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഭാര്യയോടത്തിരുന്ന് ഭക്ഷണം കഴിച്ച ഒരു കൈ വെക്കാൻ പറഞ്ഞാൽ കൈയും പോക്കും, ചിലപ്പോ കാലും പോക്കും ഇവിടെ. കാരണം എന്താണെന്നറിയോ? അത് സംഭവം, അത് കളി വേറെയാ, അത് വേറെയാ. ഭാര്യയോടൊത്തില്ല നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. എന്തുമായിരുന്നു കല്യാണം കഴിഞ്ഞ വാടേ, അല്ലാ എന്തൊക്കെ ഗമയായിരുന്നു.
ഭർത്താവിന്റെ പവറൊക്കെ കാണണം. വലിയ ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ അല്ലേ, ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുള്ളൂ, ഒരുമിച്ച് കുളിക്കുള്ളൂ, ഒരുമിച്ച് പല്ല് തേക്കുള്ളൂ, ഒരുമിച്ച് യാത്ര ചെയ്യുള്ളൂ, ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോ ഭാര്യയെ കണ്ടിട്ട് തന്നെ കുറെ ആളായെന്നാണ്. കാണലുണ്ടോ? ഒരു റൂമിൽ തന്നെയാണോ? അല്ലാഹു അഅലം. ഓർമ്മ പോലും ഉണ്ടാവില്ല. അങ്ങനെ പോണു ഉസ്താദേ, കുഴപ്പമില്ല. ഒരു നിരാശ. കല്യാണം കഴിഞ്ഞ സമയത്ത് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, ഓ പടച്ചോനെ സുന്ദരിക്കുട്ടെ. ഇപ്പൊ ചോദിച്ചാലോ, അങ്ങനെ പോണു, ഒരു പരിപാടി ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. എന്ന് ശരിയാവാ, മരിക്കുമ്പോ ശരിയാവും. എന്തുകൊണ്ടെന്നറിയോ? നമുക്ക് നമ്മുടെ മനസ്സിലത് പിടിച്ചേർത്ത. ഇതിവിടെ സൈക്കോളജിക്കലിന്റെ ക്ലാസ് ഒക്കെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ബഷീറഡാത്തിനെ പോലെയുള്ള ഇവിടെയൊക്കെ ക്ലാസ് വെക്കുന്നുണ്ട്. അതൊക്കെ നല്ലതാ. കുടുംബജീവിതം ഭദ്രമാക്കാനും നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോ നമുക്കെന്താണ്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോടൊത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുടുംബജീവിതത്തിൽ ഒരു ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനൊക്കെ വേണ്ടിയാണ്. ഉമ്മയോടൊത്തിരുന്ന് കഴിച്ചു നോക്കണം, വല്ലാത്ത സുഖമാണത്. അവർക്കൊരു വെറുപ്പ് നമ്മളെടുത്തില്ലല്ലോ. ഏതെങ്കിലും ഉമ്മമാരും മക്കളെ വെറുക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വെറുക്കാൻ കഴിയില്ല. ഈ കട്ട കൊണ്ടെന്നേറിഞ്ഞാലും എന്റെ കുഞ്ഞിനെ കാക്ക് നീ മന്നാനേ, നിന്യതയോടെ തഴഞ്ഞാലും എന്റെ കൽബിൽ നിറയെ മകനാണേ. തീക്കട്ട കൊണ്ടെറിഞ്ഞാലും, തീക്കട്ട കൊണ്ട് ഉമ്മയെ എറിഞ്ഞാലും ഉമ്മ പറയുന്നു, അല്ലാ എന്റെ പൊന്നുമോന്റെ ശരീരത്തില് ഒരു തീപ്പൊരി പോലും വീഴാതെ നീ കാക്കണേ അല്ലാ. അങ്ങനെ പ്രാർത്ഥിക്കാൻ ലോകത്തുമ്മാക്ക് മാത്രമല്ലേ കഴിയുകയുള്ളൂ. ഉമ്മയും ഉപ്പയും കരയുന്ന വീടുകൾ, നന്മ മരിക്കുന്ന ജഹിലിന്റെ കൂടുകൾ, എത്ര തളർന്നാലും വീണ്ടും ചിരിക്കുന്നു റഫുവാണേ മക്കൾ കലിവാണേ. കഴുത്തിൽ കയറിട്ട മറുനാലും മോനെ മോനെ എന്നല്ലാതെ വിളിക്കൂലേ, കനലിൽ ഇറങ്ങി നടന്നാലും മോനെ നെഞ്ചിന്റെ ചൂടിന്ന് ഗറ്റൂലേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് എഴുതിയ വഴികളാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈ പ്രിയപ്പെട്ട നൗഷാദ് വാക്ക് വീടുകയിട്ട് പാടി സന്തോഷിപ്പിച്ചു കൊടുത്ത വാക്കുകളാണ് നിങ്ങളോട് പറഞ്ഞത്. എന്തറിഞ്ഞാലുള്ള ചെറുപ്പക്കാരാ, തീക്കട്ട കൊണ്ടെറിഞ്ഞിട്ട് നടക്കാൻ പറഞ്ഞാൽ പ്രിയപ്പെട്ട ഉമ്മയെ നെഞ്ചിൽ, പൊന്നുമോനെ നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ട് കനൽ കട്ടയിൽ ചവിട്ടി നടക്കുമ്പോഴും ഉമ്മ ആ പൊന്നുമോനെ നെഞ്ചിന്റെ ചൂട് കൊടുത്തിട്ട് സമാധാനിപ്പിക്കുകയാണ്. എന്റെ പൊന്നുമോനൊന്നും വരല്ല അല്ലാ, എന്റെ തങ്കക്കുടത്തിനൊന്നും വരല്ല അല്ലാ, എന്റെ മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോന് മരണപ്പെട്ടു പോയപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിൽ നിന്ന് പൊട്ടുന്ന മനസ്സുമായിട്ട് എനിക്ക് ക്ഷമ തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ പൊന്നുമോന്റെ മയ്യത്തിന്റെ മുമ്പ് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞതല്ലാ, എന്റെ മുസ്താഖ് എന്ന പൊന്നുമോന് മരിക്കുന്നതിന് പകരം എന്നെ മരിപ്പിച്ചിരുന്നെങ്കിലല്ലാ എന്റെ പൊന്നുമോന് സങ്കടം വരില്ലായിരുന്നല്ലോ. അവന്റെ മകൻ മരിക്കുന്നതിന് പകരം എന്നെ നീ മരിപ്പിച്ചിരുന്നെങ്കിലല്ലാ എന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞപ്പോ എന്റെ ഖൽബിൽ അല്ലാഹു തന്ന സമാധാനമാണ്. ഉമ്മമാരങ്ങനെയാണ്, എത്ര സ്നേഹിച്ചാലും മതിവരാത്ത നീരുറവയാണ് പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് ഉമ്മയോടും വാപ്പയോടും നമ്മൾ ഒരു അധപകേടും കാണിക്കല്ലേ ചെറുപ്പക്കാരാ. വലാ തഖുല്ലഹുമാ ഉഫിൻ, ഛേ എന്ന ഒരു വാക്കുപോലും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെ നിങ്ങൾ പറയല്ലേ എന്ന് ഖുർആൻ പറഞ്ഞത് എത്ര കണിശമായ ശബ്ദത്തിലെന്നറിയോ? നമ്മുടെ സ്വർഗമടഞ്ഞു പോകുന്ന, നമ്മുടെ നന്മകൾ കത്തിക്കരിഞ്ഞു പോകുന്ന, നമ്മുടെ പുണ്യങ്ങളില്ലാതായി പോകുന്ന, നമ്മുടെ എല്ലാ സ്വർഗത്തിന്റെ അന്തരീക്ഷങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റിവെക്കുന്ന ഒരു മഹാപാതകമാണത്. അതുകൊണ്ട് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ വന്ന് പരാതി പറയുകയാ, നിങ്ങൾ ഉമ്മയെ സ്നേഹിക്കുന്നയാളാണ്, നിങ്ങൾ വാപ്പയെ സ്നേഹിക്കുന്നയാളാണ്, പക്ഷേ നിങ്ങൾ ഉമ്മയുടെ അടുത്തിരുന്ന് ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖാഫു അൻ തസ്ബഖ യദയ്യ യദഹാ ഇലാ മാ തസ്ബിഖു ഇലൈഹി ഐനാ.
എന്റെ ഉമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം ഉമ്മ എടുക്കുന്നതിന് മുമ്പ് അറിയാതെ ഞാൻ എടുത്തു പോകുമോ എന്ന പേടി കൊണ്ടാ ഒരുമിച്ചൊരു പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് ആ ഭക്ഷണം എടുക്കണമെന്ന് കരുതിയിട്ട് ഉമ്മ എടുക്കാൻ വേണ്ടി കൈകൊണ്ടുവരുമ്പോ അറിയാതെ എന്റെ ഉമ്മ ആഗ്രഹിച്ചു പോയ ഭക്ഷണം എന്റെ ഉമ്മ എടുക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്തു പോകുമോ എന്ന പേടിയാ. അതുകൊണ്ടാണ് ഞാൻ ഉമ്മയോടൊപ്പിരുന്ന് ഭക്ഷണം കഴിക്കാത്തതെന്ന് മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്റെ കാഞ്ഞങ്ങാട് വന്നിരിക്കുന്നവരെ, നിങ്ങൾ ഉമ്മയോടൊപ്പിരുന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് സങ്കടം വരൂല. നിങ്ങൾ ഉമ്മാടെ അടുത്ത് വന്ന് ഉമ്മാക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമം വരൂല. പിന്നെയോ എപ്പോഴാണ് ഉമ്മാക്ക് സങ്കടം വരുന്നതെന്നറിയോ? മാതാപിതാക്കൾക്ക് വേണ്ടത് പരിഗണനയാണ്. അവർക്ക് വേണ്ടത് പരിഗണനയാണ്, പൈസയില്ല. 17 വർഷം കൊണ്ട് ഗൾഫിൽ ഫാമിലിയായി കഴിയുന്ന സഹോദരൻ, ഞാൻ ആ സഹോദരൻ ചോദിച്ചു, നാട്ടിൽ പോലില്ലേ? ആ സഹോദരൻ പറഞ്ഞു, ഭാര്യ മക്കളൊക്കെ ഇവിടെ അല്ലേ ഉസ്താദേ, പിന്നെ ഞാൻ നാട്ടിൽ പോകുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയോ? ഉമ്മ നാട്ടിലായിരുന്നു, കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. 16 വർഷം ഉമ്മയെ കാണാതെ ഗൾഫിൽ നിന്നു ആ സഹോദരൻ. 16 വർഷം മരണപ്പെട്ടപ്പോ നാട്ടിൽ വന്നു. 16 വർഷം ഉമ്മയെ കാണാതെ നാട്ടിൽ നിന്നു പ്രിയപ്പെട്ട സഹോദരൻ. 16 വർഷം. മക്കളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ഉമ്മയുടെ മനസ്സിന്റെ അകത്ത് സങ്കടം ഉണ്ടാവില്ല. അവനവിടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവന് സങ്കടമൊന്നുമില്ല. പക്ഷെ ഉമ്മയുടെ മനസ്സിൽ, എന്റെ മോൻ എന്നെ കാണാൻ വന്നില്ലല്ലോ, ഇത്രയും വർഷമായില്ലേ. അകന്ന് കഴിയുമ്പോൾ ഒരു അകൽച്ച തന്നെയല്ലേ. നമ്മൾ ചിന്തിക്കൂല. ആരെങ്കിലും ചോദിക്കുമ്പോ ഉമ്മ പറയും, അവനവിടെ നല്ല ജോലിയാണ്, വരാനൊന്നും കഴിയൂല, അറബിയായിട്ട് അടുത്ത ബിസിനസ് ഒക്കെയാണ്, അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞ് ഉമ്മ സമാധാനിക്കുമെങ്കിലും ആ മനസ്സ് ചിലപ്പോൾ നീറുകയായിരിക്കും. നമ്മൾ കൊടുക്കേണ്ടത് എന്താ? ഈ അരിഞ്ഞാല് വന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നത്, നമ്മൾ കൊടുക്കേണ്ടത് പരിഗണനയാണ്. നമ്മൾ കൊടുക്കേണ്ടത് പരിഗണനയാണ്. ഇപ്പോ അഷ്റഫ് എന്ന് പറയുന്ന ഒരു നല്ല മകൻ മൂസ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഉപ്പാക്ക് നല്ല പരിഗണന കിട്ടുന്നുണ്ട്. ഈ സമുദായത്തിൽ വാപ്പ മരിച്ചുപോയെങ്കിലും വാപ്പയുടെ പേര് നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. 100 ഹദിയ ഒരുമിച്ച് ചെയ്യുന്ന പരിപാടി MB മൂസ എന്ന് പറയുന്ന സഹോദരൻ തന്റെ 47 വയസ്സിനകത്ത് ചെയ്തിട്ടുണ്ട്. 47 വയസ്സല്ല മരിക്കുമ്പോൾ, 47 വയസ്സിനകത്ത് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇവിടെ എത്രയോ കാര്യങ്ങൾ. 10-25 വയസ്സൊക്കെ പ്രായമാകുമ്പോൾ എത്രയോ സംഘടനകളുടെ തലപ്പത്താണ്, എത്രയോ സ്ഥാപനങ്ങളുടെ തലപ്പത്താണ്, എത്രയോ കാര്യങ്ങളുടെ മേൽനോട്ടക്കാരനാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ. ഞാനിവിടെ ആദ്യം വരുന്ന സമയത്ത് എന്നെ മൗവൽ അഷ്റഫ് സാഹിബാണ് ABM അഷ്റഫ് സാഹിബിനെ പരിചയപ്പെടുത്തുന്നത്. അന്ന് വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കുമ്പോൾ, അഷ്റഫ് സാഹിബ് ഇവിടെ ഇല്ല, അബുദാബിയിലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ഉപ്പയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഉപ്പയെക്കുറിച്ച്, ഉപ്പയുടെ ജീവിതകാര്യങ്ങളെ സംബന്ധിച്ചും അന്നുണ്ടായിരുന്ന അവസ്ഥകളെ കുറിച്ചൊക്കെ ഒരുപാട് നാട്ടുകാർക്ക് അറിയുന്ന പല ചരിത്രങ്ങളും ഇവിടെ സുവനീറൊക്കെ അവരിറക്കി അതിനകത്തൊക്കെ ധാരാളം പറയുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഉന്നതമായ ബർസഖ് ജീവിതം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ കാലാകാലം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചവരാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ അവരെ ഇങ്ങനെ അള്ളാഹു ഒരു തീരുമാനം വരുമ്പോൾ ഒരു കാരണമുണ്ടാക്കി അള്ളാഹു കൊണ്ടുപോവാണ്. പരിഗണനയാണ് നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ആവശ്യം, പൈസയല്ല. നിങ്ങൾ എല്ലാ മാസവും കുവൈറ്റിൽ നിന്നും ഇറാഖിൽ നിന്നും സൗദിയിൽ നിന്നും മസ്കറ്റിൽ നിന്നും വാപ്പാക്ക് 50,000 അയച്ചു കൊടുക്കുന്നു പറഞ്ഞെന്ന് അതൊന്നും പരിഗണനയില്ല. പരിഗണന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വാപ്പാടെ ഉമ്മയുടെ അടുത്ത് വന്നിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും പെരുന്നാളിന് ഉമ്മയെ കാണാതെ എനിക്കെന്ത് പെരുന്നാളാന്ന് ഉമ്മയുടെ മുഖത്ത് നോക്കി പറയുന്ന മോനെ ഉമ്മാക്ക് മറക്കാൻ കഴിയില്ല. ഇന്ന് പെരുന്നാളിന് മക്കൾ വാപ്പാക്കും ഉമ്മാക്കും അയച്ചു കൊടുക്കുന്നത് എന്താണ്? ഈദ് മുബാറക് മൊബൈലിലൂടെ. ഉമ്മ രാവിലെ എടുത്ത് നോക്കുമ്പോ, ഉമ്മ മൂത്ത മോനെ വിളിച്ചോ? ഇല്ലല്ല, അവൻ ഈദ് മുബാറക് അയച്ചിട്ടുണ്ട് രാവിലെ, കഴിഞ്ഞു, എന്റെ പെരുന്നാൾ കഴിഞ്ഞു. ഉമ്മയോടത്തുള്ള പെരുന്നാൾ മറന്നുപോയ കാഞ്ഞങ്ങാട്ട മക്കളെ, വാപ്പയോടത്തുള്ള പെരുന്നാൾ മറഞ്ഞുപോയ കാഞ്ഞങ്ങാട്ട മക്കളെ, ആ കുടുംബജീവിതത്തിന്റെ മധുരം നിങ്ങൾ നശിപ്പിച്ചു കളയല്ലേ. ആ ഒത്തൊരുമയുടെ മഹാത്മ്യം നിങ്ങൾ തകർത്തെറിഞ്ഞു കളയല്ലേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും തരണേ അല്ലാ.
പരിഗണനയാണ് അവർക്ക് ആവശ്യം. നിങ്ങളൊരു വീട് വെക്കാൻ പോകുന്നു, കാസർഗോഡ് ജില്ലയിൽ ഒരു 10 സെന്റ് വസ്തു നിങ്ങൾ വാങ്ങി. ആദ്യം നിങ്ങൾ പറയേണ്ടത് ആരോടാണ്? വേദനയോടെ നിങ്ങളെ പ്രസവിച്ച ഉമ്മയുടെ അടുത്ത് പോയിട്ട് പറയണം, ഉമ്മ ഞങ്ങൾ വീട് വെക്കാൻ പോകുന്നു, ഉമ്മ ഒരു ചെറിയ വസ്തു വാങ്ങി, ഉമ്മ നിങ്ങൾ ദ്വാരക്കണമെന്ന് ഉമ്മയോട് പറഞ്ഞതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ ഒരു നഷ്ടവും നിനക്ക് വരാൻ പോകുന്നില്ല. വാപ്പയോട് പറയണം, വീട് വെക്കാൻ പോകുന്നു, വീടിന് കുറ്റിയടിക്കാൻ തങ്ങൾ വരുന്നു, വാപ്പ കൂടി വരണം, ഉമ്മ കൂടി വരണം. എന്റെ വീട് താമസമാകാൻ പോകുന്നു, എന്റെ വീടിന്റെ ചാവി ഉമ്മ എന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കണം, ഉമ്മ ആ വീടിന്റെ താമസത്തിന്. ഇതൊക്കെ നമ്മൾ പറയണ്ടേ? ഭാര്യ ഉമ്മയെയും ചേർത്ത് കൊണ്ടുപോകണം. ചില ഉമ്മമാര് വലിയ പ്രശ്നമാണ്, പറയാതിരിക്കാൻ പറ്റൂല, വലിയ പ്രശ്നമാണ് ചില ഉമ്മമാര്. അതുകൊണ്ടാണ് ഈ മരുമക്കൾ പറയുന്നത്, ഭർത്താവ് പറയും എവിടെ പോവാ നിങ്ങള്? അപ്പൊ ഭർത്താവ് പറഞ്ഞ ഉമ്മയോട് പോയി പറയട്ടെ, ഞങ്ങൾ വസ്തു വാങ്ങാൻ പോണ കാര്യം ഉമ്മയോട് പറയട്ടെ. അപ്പൊ ഭാര്യ പറയും, നിങ്ങൾക്ക് വേറെ ജോലിയുണ്ട് മനുഷ്യ, എല്ലാം ഉമ്മാരെടുത്ത് പോയി പറഞ്ഞ വസ്തു വാങ്ങാൻ പറ്റുമോ? ഉമ്മ നാട് മൊത്തം പോയി പറയൂലേ, ആകെ ഫിത്തിന ഉണ്ടാവൂലേ, ആ വസ്തു വേറെ കച്ചവടക്കാരെ കൊണ്ടുപോലേ, എന്തോരം വന്നാലും എന്ന് പറഞ്ഞ് ഭാര്യ പറയുന്നതോടുകൂടി അവൻ സ്റ്റോപ്പ് ചെയ്യും. എന്നാ ഇവൻ പറയണ്ടേ, ഞാൻ ഉമ്മയോട് പറയാൻ പോവല്ലേ, ഇനിയിപ്പോ നീ പറഞ്ഞോണ്ട് ഞാൻ പറയണ്ടേ, പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അറിയാതെ ഉമ്മ അടുത്ത് പോയി പറയണം. അങ്ങനെയൊക്കെ മക്കൾ നമ്മുടെ അടുത്ത് തന്നെ വേണം. അവര് പണം ചെലവഴിക്കുന്നൊരു ഇഷ്ടമില്ല, അവർ യാത്ര പോകുന്നൊരു ഇഷ്ടമില്ല, അതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ചില ഉമ്മമാരെങ്ങനെയാണ്, വലിയ പ്രശ്നമാണ്. മക്കളും മോനും മരുമോളും എവിടെ പോയാലും ഉമ്മയും കൂടി ചുരിദാറും എടുത്ത് കയറ്റി കൊണ്ടിറങ്ങി ചെല്ലും, കൂടെ ഞാനും വരണം. അപ്പോ മക്കള് പറയും, ഉമ്മ ഈ വയസ്സുകാലത്ത് ഞങ്ങൾ പോണത് വീഗാലാൻഡിലാ, ഉമ്മ അതിന്റെ മോളിൽ കയറി മറിഞ്ഞുവിടും, ഉമ്മയുടെ കാറ്റ് പോകും. മരുമോളി ചിലപ്പോൾ പറയും, കൊണ്ടുപോകാം, മരിക്കണമെങ്കിൽ മരിക്കട്ടെ, കയറ്റി വിടാം നമുക്കെന്ന് പറയാം. ചില മരുമോൾ അങ്ങനെയും പറയും. ഇതെങ്ങനെ? കാരണം എന്താണെന്നറിയോ? ആ സമയമാകുമ്പോഴാണ് നമുക്ക് അതിന്റെ വിപ്രാളം അറിയാം. എന്നാൽ യവൻ എന്ത് ചെയ്യണം? നിങ്ങൾ യാത്ര വയ്ക്കോ, വല്ലപ്പോഴും ഉമ്മയോട് പറയണം, ഉമ്മ ഇന്ന് നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം. ഉമ്മ പറയും, ശരി മക്കളെ. ഉമ്മ പെട്ടെന്ന് ഒരുങ്ങി തയ്യാറായി വരും. വലിയ വണ്ടിക്കകത്ത് ഭാര്യയും മക്കളും ഉമ്മായും ഉപ്പായും ഉമ്മുമ്മായും ഉപ്പുപ്പ എല്ലാവരും കയറട്ടെ, കൊണ്ടുപോയി നല്ല അടിപൊളി ഹോട്ടലിൽ, തട്ടുകട കൊണ്ടുപോകരുത്, കുടുംബകലം വീണ്ടും കൂടെ ഉള്ളൂ, നല്ല അടിപൊളി ഹോട്ടലിൽ കൊണ്ടുപോയി നല്ല സുഭിക്ഷമായ ഭക്ഷണം. ഉമ്മയോട് പറയണം, ഉമ്മക്ക് എന്താ വേണ്ടത്? മട്ടൻ ലിവർ വേണോ, മട്ടന്റെ കാല് വേണോ, തല വേണോ, എന്താ ഉമ്മക്ക് കഴിക്കാൻ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പറയുമ്മ, എന്റെ അടുത്ത് പറയുമ്മ, ഞാൻ വാങ്ങിത്തരാം, ഞാൻ ഉമ്മയുടെ പൊന്നുമോനല്ലേ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞ് ആ ഉമ്മ ഭക്ഷണം കഴിക്കാതെ ഒരു പക്ഷെ അവിടെ ഇരുന്ന് കരയും. അന്ന് വരെ നിങ്ങളോട് കാണിച്ച എല്ലാ വെറുപ്പും ഉമ്മ അവസാനിപ്പിക്കും. ഉമ്മയുടെ കണ്ണ് നിറയും. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു നോക്കും. ഉമ്മ എന്തോ വിചാരിക്കട്ടെ, ഒരു പ്രാവശ്യം മരുമക്കളായ നിങ്ങൾ ഭർത്താവിനെ നിർബന്ധിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്ക്, നമുക്ക് ഇപ്രാവശ്യം പോകുമ്പോ നിങ്ങളുടെ ഉമ്മയെ കൂടെ കൊണ്ടുപോകാം, നീ ഒന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോ ഭർത്താവ് അപ്പൊ തന്നെ നെഞ്ചുവനെ ഒന്ന് മരിക്കുകയും ചെയ്യും. എന്റെ ഉമ്മയെ കൊണ്ടുപോകാന്നോ? ഇടി നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ലല്ല, അമ്മ കൊണ്ടുപോവാ. അള്ളാഹു എന്റെ ഭാര്യക്ക് ശൈത്താൻ കൂടിയെന്ന് തോന്നുന്നു റബ്ബേ, അവൾ എന്തൊക്കെ വിച്ചുമ്പോഴും പറയാം, ജീവിതത്തിൽ എന്റെ ഉമ്മയുടെ മുഖത്ത് വെക്കാത്ത ഭാര്യ ടൂറിന് പോകുമ്പോ കൊണ്ടുപോകാന്ന് പറയാം. അങ്ങനെ പറയണം നിങ്ങൾ. നമ്മൾ ഉമ്മയാവൂലേ, നമ്മൾ ഉമ്മുമ്മയാവൂലേ? നമ്മൾ പറയണം, തീർച്ചയായിട്ടും പറയണം. നിങ്ങൾ നല്ല സ്ത്രീകളല്ലേ, അള്ളാനെ ഭയന്ന് ജീവിക്കുന്നവരല്ലേ. ഭർത്താവിന്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ, നമ്മുടെ വാപ്പ, എല്ലാവരും ഒരുമിച്ചാവട്ടെ. സന്തോഷമുള്ള യാത്ര. അൽഹംദുലില്ലാഹ്. പടച്ചവനെ, അങ്ങനെ ഒരു കുടുംബ ജീവിതം നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുകയാണ്. മക്കളവർക്ക് പരിഗണന കൊടുക്കണം. വീട് വെക്കുമ്പോ എന്റെ വീടിന്റെ ഒരു ഭാഗത്തും മാക്ക് സ്ഥലം കൊടുക്കണം. വീട്ടിന്റെ വേലക്കാരിക്ക് കൊടുക്കുന്ന പോലെയല്ല, വേലക്കാരന് കൊടുക്കുന്ന പോലെയല്ല. അള്ളാഹുവേ, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരാണ് തമ്പുരാനെ? എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരാണ്? എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരാണ്? ആ സമയത്ത് ബഹുമാനപ്പെട്ട മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ ബലദികദാ തജിദു റജുലാ, ഞാൻ പറഞ്ഞു തരുന്ന ഒരു സ്ഥലത്തേക്ക് നീ ചെല്ലുക, അവിടെ ഒരു യുവാവിനെ നിനക്ക് കാണാം, അവനാണ് സ്വർഗത്തിലെ നിന്റെ കൂട്ടുകാരൻ. മൂസാ നബി ചോദിച്ചു, അല്ലാഹുവേ, അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണോ?
എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ഇപ്പൊ ജീവിച്ചിരിക്കുകയാണോ? അള്ളാഹു പറഞ്ഞ സ്ഥലത്തേക്ക് മൂസാ നബി കാണാൻ ചെല്ലുമ്പോ ഒരു ചെറുപ്പക്കാരനാണ്. വലിയ ഒരു സഞ്ചിയിലുണ്ടാക്കിയ പെട്ടിയാ യുവാവിന്റെ കയ്യിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ആ സഹോദരനെ ചെന്ന് പരിചയപ്പെട്ടു. ഞാൻ മൂസാ നബിയാണെന്ന് മൂസാ നബി പറയാൻ പോയില്ല. ആ യുവാവ് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണം എന്റെ വീട്ടിൽ നിന്ന് കഴിക്കാ. അതിഥികളെ സ്വീകരിക്കുന്നതിന് വലിയ പുണ്യം കൽപ്പിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. ബഹുമാനപ്പെട്ട മൂസാ നബിയെയും കൊണ്ട് അയാൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ 2 പെട്ടി തറയിൽ വെക്കുന്നില്ല, തോളിൽ ചുമന്നുകൊണ്ടാണ് നടന്നു പോകുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെ ചെറിയ വീട്ടിന്റെ അകത്ത് കടത്തിയിരുത്തി പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. മൂസാ നബി അലൈഹിസ്സലാം കഴിക്കാൻ തുടങ്ങുമ്പോ ആ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഈ പെട്ടിയുടെ ഒരു ഭാഗം അങ്ങോട്ട് തുറന്നിട്ട് അകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ഏതെങ്കിലും മൃഗങ്ങളാണോ, പൂച്ചയോ മൃഗങ്ങളോ മറ്റോ ആണോ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതെന്തിനാണ്? പുറത്ത് ആരോ വന്നപ്പോൾ ആരാണെന്ന് നോക്കാൻ ഈ യുവാവ് പുറത്തിറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഈ പെട്ടി എങ്ങോട്ട് തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പ്രായാധിക്യത്തിന്റെ പടുകുഴി വീണുപോയ ഉമ്മയും ഉപ്പയുമാണ്. കണ്ണുകുഴിയിൽ വീണുപോയവരാണ്, തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞു പോയവരാണ്. മൂസാ നബി ചോദിച്ചു, നിങ്ങളാരാണ്? ആ ഉമ്മയും വാപ്പയും പറഞ്ഞു, ആ പോയത് ഞങ്ങളുടെ മകനാണ്. അവൻ എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, അവൻ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് നടക്കുന്നതെന്നറിയോ? ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഈ വീട്ടിന്റെ അകത്ത് ഞങ്ങളെ ആക്കിയിട്ട് പോയാൽ വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ അവന് കൂടെ കൊണ്ടുപോവുകയാണ്. അവൻ വെള്ളം കുടിക്കുമ്പോ നമുക്കും വെള്ളം തരും, അവൻ ഭക്ഷണം കഴിക്കുമ്പോ നമുക്കും ഭക്ഷണം തരും, അവൻ വസ്ത്രം ധരിക്കുമ്പോ നമുക്കും വസ്ത്രം തരും, അവൻ വിശ്രമിക്കുമ്പോ നമ്മളും വിശ്രമിക്കും. എവിടെ പോയാലും ഞങ്ങൾ അവനോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ അവര് ചോദിക്കുന്നു, അതല്ല, ഇതൊക്കെ ചോദിക്കാം, നിങ്ങളാരാണ്? പെട്ടെന്ന് മൂസാ നബി പറഞ്ഞു, അന കലീമുല്ലാഹി മൂസാ, ഞാൻ മൂസാ നബിയാന്ന് പറഞ്ഞപ്പോ ആ ഉമ്മയും ഉപ്പയും ഫതബസ്സമാ, രണ്ടുപേരും പുഞ്ചിരിക്കുകയാണ്. ഫതഖബ്ബല, രണ്ടുപേരും മൂസാ നബിയുടെ കയ്യിൽ മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് അവര് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് നിങ്ങളെ കാണണമെന്നൊരു ജീവിതത്തിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു തങ്ങളെ. അത് പറഞ്ഞു ഉമ്മയും വാപ്പയും മരണപ്പെട്ടു പോവുകയാണ്. ഉമ്മയുടെ വാപ്പയുടെ ഈ ഞരങ്ങലിന്റെ ശബ്ദം കേട്ട് വീടിന് പുറത്തുപോയ പൊന്നുമോനകത്ത് വരികയാണ്. എന്ത് സംഭവിച്ചു പോയി? മൂസാ നബി പറഞ്ഞു, ഉമ്മയും വാപ്പയും മരിച്ചുപോയി. ആ യുവാവ് പറഞ്ഞു, നിങ്ങൾ മൂസാ നബിയാണല്ലേ, നിനക്കെങ്ങനെ മനസ്സിലായി? ആ യുവാവ് പറഞ്ഞു, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അവര് മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ കാണണമെന്നാണ്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തിരുന്നതല്ലാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മായുപ്പായെ മൂസാ നബിയെ കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാ. എന്റെ ഉമ്മ എന്നോട് പറയുമായിരുന്നു, മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ സംരക്ഷിക്കുന്നത് കൊണ്ട് എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് എന്റെ ഉമ്മ എന്നോട് ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മൂസാ നബിയെ കാണാൻ ഉമ്മയുടെ ദുആ കൊണ്ട് പൊന്നുമോന് കഴിഞ്ഞു പോയെങ്കിൽ, ആ മോന്റെ ദുആ കൊണ്ട് ഉമ്മാക്ക് കഴിഞ്ഞു പോയെങ്കിൽ നമുക്ക് ആവശ്യമെന്താ? ഉമ്മയെ സ്നേഹിക്കുന്നതിലൂടെ, വാപ്പയെ സ്നേഹിക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എവിടെ എത്താനാ? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ചെന്ന് ഹൗലുൽ കൗസർ കുടിക്കാനാണ്. എന്റെ വേദനയോടെ പ്രസവിച്ച ഉമ്മാക്കും എന്റെ വാപ്പാക്കും നാളെ മുത്തറസൂലിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കൊടുക്കാ. എന്റെ പ്രസംഗ ജീവിതത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാഥാ നീ ഭാഗ്യം തരണേ അല്ലാ. എത്രയോ പ്രസംഗം കൊണ്ട് യതീമീങ്ങളുടെ കല്യാണം നടന്നിട്ടുണ്ടല്ലോ, എത്രയോ പ്രസംഗം കൊണ്ട് പാവപ്പെട്ടവരുടെ അറബി കോളേജിന് ഭക്ഷണം കിട്ടിയിട്ടുണ്ടല്ലോ, എത്ര
എത്രയോ പ്രസംഗം കൊണ്ട് അറബി കോളേജുകള്, നൂറുകണക്കിന് ആഫിലിയങ്ങള്, പാവപ്പെട്ട ഉമ്മമാരുടെ ഉപ്പമാരുടെ ഭവനങ്ങള്, നൂറുകണക്കാറ് അനാഥ പെമ്മക്കളുടെ കല്യാണങ്ങള്. അല്ലാഹുവേ, അതെല്ലാം എത്രയോ പ്രഭാഷണം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലല്ല, അതിനെല്ലാം പകരം നാള് ഞങ്ങളുടെ കരളിന്റെ കഷണമായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി ഉമ്മാക്കും ഉപ്പാക്കും മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കാൻ ഈ പ്രസംഗ ജീവിതത്തിന് പകരം നീ ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂലിന്റെ മുമ്പ് വന്ന 2 പരാതി കൂടി പറഞ്ഞിട്ട് വേണം നമുക്ക് ദുആരക്കാൻ. 2 പരാതി. ഒന്ന് ഉമ്മയെ കുറിച്ച് വന്ന പരാതി, മറ്റൊന്ന് വാപ്പയെ കുറിച്ച് വന്ന പരാതി. ആ 2 പരാതിയും കേൾക്കുമ്പോ എന്റെയും നിങ്ങളുടെയും മനസ്സ് പൊട്ടിപ്പോകുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് ഖുർആനിന്റെ ദുആയില്ലേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അത് 11 പ്രാവശ്യം ഇവിടെ പാരായണം ചെയ്യുക. ഈ സ്വർഗീയ ആരാമവിടം പിരിഞ്ഞു പോകുമ്പോ, ഈ സ്വർഗീയ ആരാമവിടം അസ്തമിക്കുമ്പോ അത് 11 പ്രാവശ്യം ഓതി ചങ്ക് പൊട്ടിക്കരന്ന് നിലവിളിച്ചു ദുആരക്കണം. ആ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓരോരുത്തരും നിയ്യത്ത് ചെയ്യുക. എന്റെ ഉമ്മാക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ദുആ, എന്റെ വാപ്പാക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ദുആ, എന്റെ മാതാപിതാക്കൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരമോന്നതമായ സരസിന്റെ ദുആ, ഈ തിങ്ങി നിറഞ്ഞ് തടിച്ചുകൂടി നിൽക്കുന്ന ഹദിയ എന്ന പ്രസ്ഥാനത്തെ കോരിത്തെരിപ്പിക്കുന്ന, അത്ഭുതത്തിന്റെ പാരമ്യതയിലെത്തിക്കുന്ന ഈ ജനസാഗരത്തിൽ തടിച്ചുകൂടി ഉമ്മമാരുപ്പമാര് മുതഅല്ലിമീങ്ങള് ഖൽബ് നൊന്തുകൊണ്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് ദുആരക്കുമ്പോ രക്ഷപ്പെടുന്നത് നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ വാപ്പയാണ്, നമ്മുടെ മക്കളാണ്. അൽഹംദുലില്ലാഹ്. ആ 2 ചരിത്രവും ആ ദുആയും വരുന്നതിന് മുമ്പ് എന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് പറയുകയാണ്, ഹദിയ എന്ന സംഘടന നിങ്ങളുടെ പണം പിരിച്ചിട്ട് പൊട്ടടിക്കുന്നവരല്ല, സ്വന്തം കീശ വീർപ്പിക്കുന്നവരല്ല, സ്വന്തം കുംഭ കീർപ്പിക്കുന്നവരല്ല. അൽഹംദുലില്ലാഹ്. കാഞ്ഞങ്ങാടിന്റെ ചരിത്രത്തെ മാറ്റി എഴുതിയിട്ട് ഹദിയ എന്ന് പറയുന്ന ഒരു സുന്ദരനായി ചമഞ്ഞൊരുങ്ങിയിട്ട് പാവപ്പെട്ടവന്റെ വേദന മാറ്റാ, പൊട്ടിക്കരയുന്നവന്റെ കണ്ണീരപ്പാ, ആ പ്രിയപ്പെട്ട സംഘടന ഇറങ്ങി നടക്കുമ്പോ അത് കണ്ടില്ലെന്ന് വെക്കല്ലേ ചെറുപ്പക്കാരാ. അൽഹംദുലില്ലാഹ്. ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു മനോഹരമായ പദ്ധതി കൂടി ഹദിയ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ മുഴുവനും പുഞ്ചിരി കൊണ്ട് കേരളത്തിന്റെ മനുഷ്യത്വത്തെ മുഴുവനും ആവാഹിച്ചെടുത്ത പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ബൈത്തുർ റഹ്മ അല്ലാഹു കൊടുത്ത സമ്മാനമായതുപോലെ എത്ര പാവപ്പെട്ടവരാണ് വീട്ടിന്റെ അകത്ത് കഴിയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ ശിഹാബ് തങ്ങളുടെ പേരിൽ വെച്ചുകൊടുത്ത ബൈത്തുർ റഹ്മയിൽ നിന്നാണ് ഭക്ഷണം ഒരുക്കിയത്. ആ വീട്ടിന്റെ അകത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയുടെ മകൻ വന്ന് പറഞ്ഞത്, ഞാൻ യതീമാണ് ഉസ്താദേ, എനിക്ക് വാപ്പയില്ല. വാപ്പയുള്ള സമയത്ത് ഞങ്ങൾ കടത്തിണ്ണയിലാണ്. അല്ലാഹുവേ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണ്ട. എന്റെ ഉമ്മയുടെ കണ്ണീര് തീർന്നത് ഈ മനോഹരമായ ശിഹാബ് തങ്ങളുടെ പേരിലുള്ള വീട്ടിൽ വന്നപ്പോഴാണ്. അതുകൊണ്ട് ഈ വീടിന് കല്ല് വാങ്ങിക്കൊടുത്ത, സിമന്റ് വാങ്ങിക്കൊടുത്ത, ഈ വീടിന് സഹായം ചെയ്തവർക്ക് ഉസ്താദ് എന്നും ദ്വാരക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഒരു ഉസ്താദ് വന്ന് ഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ യതീമായ കുട്ടി പറഞ്ഞപ്പോ ഖൽബ് നൊന്തുപോയി. അരിഞ്ഞാലുകാരാ, ഖൽബ് വെന്തുപോയി അരിഞ്ഞാലുകാരാ. ഇവിടെ ഹദിയ കൊടുക്കുന്ന സമ്മാനമാണ് ബൈത്തുൽ ഹംദ്. അൽഹംദുലില്ലാഹ്. കാസർഗോഡ് ജില്ലയിലാണ് വീടില്ലാത്തവരുടെ ഒരുപാട് വീഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത്. ഒരുപാട് വീഡിയോ ക്ലിപ്പ്. ചില ക്ലിപ്പ് കാണുമ്പോൾ നേരിട്ട് അവിടെ വന്നൊരു വീട് വെച്ച് കൊടുത്താൽ എന്തെന്ന് ആഗ്രഹിച്ചു പോകും. പക്ഷേ ഞാൻ വരൂല. ഒരു പ്രാവശ്യം വന്ന് എന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല, അതുകൊണ്ട് ഞാൻ വരൂല. കാസർഗോഡ് ജില്ലയിൽ വീട് വെക്കാനായിട്ട് ഞാൻ വരൂല. എന്റെ നാട്ടിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ. നിങ്ങൾ എന്നെ പഠിപ്പിച്ചതാണത്. അടുത്ത ഡിസംബർ 31 ഇൻഷാ അല്ലാഹ് 100 കണക്കിന് കുട്ടികൾക്ക് വിവാഹ ധനസഹായം കൊടുക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്റെ മേൽനോട്ടത്തിലാണ്. ഇതിൽ 3-4 കുട്ടികൾക്ക് ഞാൻ തന്നെയാണ് കൊടുക്കുക. ബാക്കിയുള്ളവരെ ഫോണിലൂടെ വിളിച്ച് ബന്ധപ്പെട്ടിട്ട് ഒരു 5 പവനും 2 ലക്ഷം രൂപയും അല്ലെങ്കിൽ 10 പവനും 1 ലക്ഷം രൂപയും പാവപ്പെട്ട കുട്ടികളെ എല്ലാ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ട് എന്റെ നാട്ടിൽ വെച്ച് കൊടുക്കും.
എന്റെ നാടിപ്പോ പഴയതുപോലല്ല. ഞാൻ കാസർഗോഡ് കുറെ കാലം വരാതിരുന്നപ്പോ ആ പ്രവർത്തനം മുഴുവനും ഞങ്ങളുടെ നാട്ടിലൊക്കെ വ്യാപിപ്പിച്ചു. എത്രയോ കാര്യങ്ങൾ അവിടെ ചെയ്തു. ഒരുപാട് യതീമിങ്ങളുടെ കല്യാണം, വീട് വെച്ചു കൊടുക്കൽ, രോഗികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ആതുരാലയം തന്നെ അൽഹംദുലില്ലാഹ് ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് കുറെ രോഗികൾ, ആരുമില്ലാത്തവർ, ഞങ്ങൾ അവർക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ട്. അവരടുത്തിരുന്ന് ഭക്ഷണം ഞാനും എൻ്റെ ഭാര്യയും മക്കളും അവരടുത്തിരുന്നിട്ട് പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്ത് തൃപ്തിയാണെന്നറിയോ, എന്ത് സന്തോഷമാണെന്നറിയോ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ചെയ്യാൻ. ഇവിടെ എത്രയോ ക്ലിപ്പ് ഞാൻ കണ്ടു, വീഡിയോ ക്ലിപ്പ് അല്ലേ. 4 മക്കളുള്ള വെറും കറുത്ത ടാർപ്പ കെട്ടിയിട്ട് ജീവിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ ഒരു ക്ലിപ്പ് ഈ അടുത്തൊക്കെ ചാനലിലൂടെ വന്നതൊക്കെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പ്രചരിച്ചു. 4 മക്കള്. ആലോചിച്ച് നോക്കി, നിങ്ങൾ ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ. ആ പ്രിയപ്പെട്ട ഉമ്മ അവരെ എന്ത് ചെയ്യണമെന്നറിയാതെ 30 വയസ്സ്, 25 വയസ്സ്, 27 വയസ്സ് അങ്ങനെയുള്ള മക്കളാണ്. ഒരു കിടക്കാടമില്ല. പട്ടി വന്ന് കടിച്ചാൽ പോലും ചോദിക്കാൻ ആളില്ല. രാത്രി ഒരു കള്ളം വന്ന് ഈ മക്കളെ എടുത്തുകൊണ്ട് പോയാലും ആ ഉമ്മാക്കും ഉപ്പാക്കും ചോദിക്കാനും പറയാനും ആരുമില്ല. കുറെ യുവാക്കൾ ഒരു സംഘടനയൊക്കെ രൂപീകരിച്ച് അക്കൗണ്ടൊക്കെ തുടർന്ന് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാണ്, കാഞ്ഞങ്ങാടിന്റെ അരിഞ്ഞാലിന്റെ പരിസരത്ത് അങ്ങനെ ഒരു ക്ലിപ്പ് ഇറങ്ങാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് നമുക്ക് സഹിക്കാൻ പറ്റും. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 ലക്ഷം രൂപയ്ക്ക് ഒരു വീടുണ്ടാക്കാൻ പറ്റും. കോഴിക്കോട് താമരശ്ശേരി ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു 10-15 കിലോമീറ്റർ ഇച്ചിരി വനാന്തരത്തിലൊക്കെ കയറി പോകുമ്പോ അവിടെ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇപ്പോഴും SSLCക്ക് പഠിക്കുന്ന മക്കളുണ്ട്. വീടിന് അടപ്പില്ല, ബാത്റൂം തുറന്നതാണ്, ടാർപ്പയും തുണിയും കൊണ്ട് കെട്ടിയിരിക്കുന്നു. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. 1 വർഷം കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു വീടിന് 2 ലക്ഷം രൂപ കൊടുത്താൽ മതി. അവര് പറയണു, ഞങ്ങൾക്ക് സന്തോഷമായി സാറേ, 2 ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് മറച്ചെടുക്കട്ടെ. നമ്മുടെ വീടിന്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രിയപ്പെട്ട സഹോദരൻ എന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളുടെ പേരെന്താണ്? മറ്റേ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ പോയി കുഞ്ഞുമൊയ്തീൻ സാഹിബിനോട് പറഞ്ഞു, ഇവിടെ വിജ്ഞാനത്തിനും അതുപോലെ തന്നെ ചികിത്സയ്ക്കും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇവിടെ അധിക പൈസ പിരിച്ചിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ വീട് വെക്കാനുള്ള പാർപ്പിട ഭദ്രത ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം ഒരാൾക്കൊരു വീട് വെച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് 6 ലക്ഷം രൂപ ഇതല്ലാതെ പിരിച്ചിട്ടാണ്, ഇതിന്റെ അകത്തല്ലാതെ പിരിച്ചിട്ടാണ് അവർ ചെയ്തു കൊടുത്തിരുന്നത്. അവരെ കൊണ്ട് സാധിക്കും. ഞാൻ ഉറപ്പ് പറയാണ്, അവരെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ഇത്രയും ആളുകൾ, ഒരാളൊരു 2000 രൂപ വെച്ച് കൊടുത്താൽ എത്ര വീട് ഇവിടെ വെക്കാൻ പറ്റും? ഒരാളൊരു 2000 രൂപ വെച്ച് കൊടുത്താൽ എത്ര വീട് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും? ഒരു യതീമായ കുടുംബത്തിന്, വിധവയായ കുടുംബത്തിന്, ആരുമില്ലാത്തവർക്ക് ഒരു തണലിടം ഒരുക്കി കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വടകരയിൽ, കണ്ണൂർ ഇവിടെ അങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴുള്ള വടകരയിൽ ഫാത്തിമ നിസ എന്ന് പറയുന്ന 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇപ്പൊ നാദാപുരത്ത് ഒരു പള്ളി ഉദ്ഘാടനത്തിന് ഹൈദരലി തങ്ങളും പ്രസംഗത്തിന് ഞാൻ ചെന്നപ്പോ 4 മണിക്ക് ഞങ്ങൾ ചായ കുടിക്കുന്ന വീട്ടിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ഫാത്തിമ നിസ എന്ന മോളെ കൊണ്ടുവന്നു. ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാ. ചിലപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മോളും ഇന്നും ഉസ്താദ് ഞങ്ങൾക്ക് ചിലപ്പോൾ ദ്വാരക്കും, അതുകൊണ്ട് ഞങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞ് ലൈവായി ചിലപ്പോ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറയാൻ. നമ്മുടെ അവസ്ഥ എപ്പോഴാണ് മാറി മറിയുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ സഹോദരന്റെ അടുത്ത് ചോദിച്ചു, ഉസ്താദിന് എന്നെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നില്ല. ഉസ്താദ് തിരുവനന്തപുരം വള്ളക്കടവിൽ ജോലി ചെയ്യുമ്പോ എന്റെ മോളെയും കൊണ്ട് ഞാൻ RCCയിൽ വന്നതാണ്. മോളെ കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, മിണ്ടല്ല ഉസ്താദേ, ചികിത്സയെല്ലാം കഴിഞ്ഞു. RCCയിൽ നിന്ന് എന്റെ മോളെ മടക്കി വിട്ടു. ഇനി എന്റെ പൊന്നുമോൾക്ക് ചികിത്സയില്ലെന്ന് പറഞ്ഞു. എറണാകുളത്ത് വലിയ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു, എന്റെ പൊന്നുമോൾക്ക് ഇനി ചികിത്സയില്ലെന്ന് പറഞ്ഞു. ഇനി ശരീരത്തിലുള്ള ക്യാൻസറിന്റെ അണുക്കൾ നശിക്കില്ല എന്ന് പറഞ്ഞു. 6 വയസ്സ് മാത്രമുള്ള കുഞ്ഞിന് കാര്യങ്ങൾ അറിയാനുള്ള പ്രായമായല്ലോ, അതിനുള്ള പക്വതയായല്ലോ. അതുകൊണ്ട് അല്ലാഹ് ആ പ്രിയപ്പെട്ട പൊന്നുമോക്കറിയാം ഇനി എത്ര നാളാണ് ഉമ്മയെ കാണുന്നത്. എപ്പോഴും മരിക്കുമല്ലോ. അല്ലാഹുവേ, ഞാൻ ആ പൊന്നുമോളോട് തമാശക്ക് മോളൊന്ന് ചിരിച്ചേ എന്ന് പറഞ്ഞ് കവളത്തൊരു നുള്ളു കൊടുത്തപ്പോ ആ മോള് തലതിരിച്ചു കളഞ്ഞു. ആ ഉപ്പ പറയുകയാണ്, എന്റെ തങ്കക്കുടം ചിരിച്ചിട്ടെത്ര നാളായെന്നറിയോ എന്റെ ഉസ്താദേ? എന്റെ പൊന്നുമോള് ചിരിച്ചിട്ടെത്ര നാളായെന്നറിയോ? അല്ലാഹുവേ, അല്ലാഹുവേ, അങ്ങനൊരു അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് നീ ഒരിക്കലും വരുത്തരുത് അല്ലാ.
ഈ അരിഞ്ഞാല് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മക്കളെ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ബൈത്തുൽ ഹംദ് എന്ന പദ്ധതിയിലേക്ക് അബൂദാബിയിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ 50,000 രൂപ, ഞാനിത് പറയുമ്പോ ഉസ്താദ് പിരിവ് തുടങ്ങിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു നിസ്സഹകരണം നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് വൈകാതെ മാതാപിതാക്കൾക്ക് ആയത്തോതി ദുആരക്കുന്ന സദസ്സല്ലേ. എന്തിനാണ് നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തി മടങ്ങി പോകുന്നത്? ഒന്നൊരുമിച്ചിരുന്നിട്ട് ദ്വാരന്നിട്ട് എത്ര കാലമായി ചെറുപ്പക്കാരാ ഈ കാസർഗോഡ് ജില്ലയുടെ മണ്ണിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്യാൻ സമയം ഇപ്പോഴല്ലേ പെങ്ങളെ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്താ മതി. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പ് പറയുകയാ, അരിഞ്ഞാലിന്റെ മണ്ണിനെ അത്ഭുതപ്പെടുത്തിയിട്ട് തടിച്ചുകൂടിയ 10,000 ഒരുപോലെ കരഞ്ഞുകൊണ്ട് ആമീൻ പറയുമ്പോ അള്ളാഹു അത് തട്ടിക്കളയുന്നത് എങ്ങനാണ് ചെറുപ്പക്കാരാ? കരുണയുള്ള റബ്ബേ, സ്നേഹമുള്ള അല്ലാ, മാരക രോഗത്തിന്റെ അണുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പാവപ്പെട്ടവർക്കൊരു വീട് വെച്ച് കൊടുക്കാ, 1 ലക്ഷം ഞാൻ കൊടുക്കാ, 2 ലക്ഷം കൊടുക്കാ, ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വീട് വെച്ച് കൊടുക്കാ എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും പറയാ. അബൂദാബിയിൽ നിന്ന് ഒന്നാമത്തെ ആള് പറഞ്ഞിരിക്കുന്ന 50,000 രൂപ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, അർഹമുർ റഹീമായ നാഥാ, 50,000 രൂപ ഒരു പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കുമ്പോ എന്താ വകയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ക്യാൻസർ രോഗത്തിന്റെ അണുക്കളെങ്ങാനും ആ സഹോദരന്റെ ശരീരത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ സഹോദരന്റെ ഉമ്മാക്കും ഉപ്പാക്കും അതിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. റബ്ബേ, വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. 2 ദിവസം മുമ്പ് എന്റെ നാട്ടില് 3 ചെറുപ്പക്കാരാണ് പുഴയിൽ വീണ് മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, ഇതുവരെ കണ്ണീര് പറ്റിയിട്ടില്ല ആ കുടുംബത്തിന്. റബ്ബേ, അവർക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ. 50,000 രൂപ പറഞ്ഞ ആ പ്രിയപ്പെട്ട സഹോദരന് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും നീ കൊടുക്കണേ അല്ലാ. ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ബൈത്തുൽ ഹംദ് എന്ന നിന്റെ സ്വർഗത്തിന്റെ വീട്, ബൈത്തുൽ ഹംദ് എന്ന നിന്റെ സ്വർഗത്തിന്റെ വീട് ആ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കണേ അല്ലാ. ആരുമില്ലാത്ത ഖബറിന്റെ അകത്ത് ഭയാനകത നിറഞ്ഞു തുളുമ്പുമ്പോ, പാമ്പുകൾ വന്ന് കൊത്തിവലിക്കുമ്പോ, വാരിയല്ലുകൾ കോർത്തു പോകുന്ന വിധത്തിൽ ഖബറിഞ്ഞിരിക്കുമ്പോ, അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട സഹോദരന് ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷ കൊടുക്കണേ അല്ലാ. ബിസിനസ് പൊളിച്ചു കളയല്ല അല്ലാ, തകർത്ത് കളയല്ല അല്ലാ. ആ ഭവന പദ്ധതിക്ക് വേണ്ടി രണ്ടാമതൊരാള് ഉസ്താദേ ഞാനും കൊടുത്തുകൊള്ളാം ഒരു 50,000 രൂപ ഉസ്താദ് കരഞ്ഞുകൊണ്ടൊന്ന് ദുആരക്കണേ. ഈ വിശാലമായ സരസിന്റെ ദുആ, ഈ വിശാലമായ നിറഞ്ഞ മജ്‌ലിസിന്റെ ദുആ, ഒരു 50,000 രൂപ ആ ഭവന പദ്ധതിക്ക് ഞാനും കൊടുത്തുകൊള്ളാം. കാസർഗോഡ് പൊട്ടി വീഴാൻ പോകുന്ന കുടുംബജീവിതത്തിന്റെ വിളക്കുകൾ ഇളക്കി ചേർക്കാൻ വേണ്ടി, പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റി കൊടുക്കാൻ വേണ്ടി, ഒരു വീട്ടിന്റെ അകത്ത് ഇബാദത്ത് ചെയ്യുമ്പോ അതിന്റെ കൂലിയും നിനക്കാണ്, നിസ്കരിക്കുമ്പോ അതിന്റെ കൂലിയും നിനക്കാണ്, നോമ്പ് പിടിക്കുമ്പോ അതിന്റെ കൂലിയും നിനക്കാണ്. ആ വീട്ടിന്റെ അകത്ത് മക്കൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോ അതിന്റെ പ്രതിഫലവും നിനക്കാണ്. മക്കൾ സലാത്ത് ചൊല്ലുമ്പോ, മക്കൾ ദിക്ർ ചൊല്ലുമ്പോ, അല്ലാഹുവേ, അതിന്റെ പ്രതിഫലം മുഴുവനും നിങ്ങൾക്കുള്ളതാണ്. സന്തോഷത്തോടെ ഒരാൾ കൂടി പറയുക, ഒരു 50,000 ഞാനും കൊടുത്തുകൊള്ളാമെന്ന് റാഹത്തോടെ ഒരാൾ കൂടി പറയുക. അല്ലാഹുവേ, ആര് പറഞ്ഞാലും അവർക്കൊരു വിഷമവും നീ കൊടുക്കരുതല്ലാ. ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഭവന പദ്ധതിക്ക് വേണ്ടി രണ്ടാമതൊരാൾ 50,000 പറയുമ്പോ, റബ്ബേ, 2 ലോകത്തും നീ അവർക്ക് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഈ വലിയ മജ്‌ലിസിന്റെ ദുആടെ ബറക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാ.
രണ്ടാമത് ഒരാൾ കൂടി ഒരു 50,000 വാഗ്ദാനം. ഇൻഷാ അല്ലാഹ് ഹദിയയുടെ പ്രവർത്തകര് ആ വീട് പണി തുടങ്ങുന്ന സമയത്ത് കുറേശ്ശെ നിങ്ങൾ കൊടുത്താൽ മതി. സന്തോഷത്തോടെ ഈ വലിയ മജ്ലിസിന്റെ ഒരു ദുആ കിട്ടണം എന്ന അദബുള്ള ആഗ്രഹത്തോടെ ഏതെങ്കിലും ഒരാൾ, സഹോദരനോ സഹോദരിയോ ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ് ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി ഒരു 50,000 രൂപ കുറേശ്ശെ ഹദിയയുടെ ബൈത്തുൽ ഹംദ് എന്ന ഭവന നിർമ്മാണ പദ്ധതിക്ക് ഞാൻ കൊടുത്തുകൊള്ളാം. ഞങ്ങളെ കൊണ്ട് ഒരു വീട് വെച്ചു കൊടുക്കാൻ ചിലപ്പോൾ പറ്റൂല, എന്നാലും അൽഹംദുലില്ലാഹ് അതിന്റെ കുറച്ച് ഭാഗം സഹായിക്കാൻ പറ്റുമല്ലോ. ബൈത്തുൽ ഹംദ് പദ്ധതിയിലേക്ക് ഹദിയ എക്സിക്യൂട്ടീവ് അംഗം ഒരു 25,000 രൂപ. കുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എല്ലാവരും ആമീൻ പറയുക. കരുണക്കടലായ റബ്ബേ, 25,000 രൂപ ബൈത്തുൽ ഹംദിന് വേണ്ടി പറഞ്ഞ ഇവിടുത്തെ പ്രവർത്തകനായ സഹോദരൻ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. 25,000 രൂപ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുമ്പോ എന്താണോ ആ സഹോദരന്റെ മനസ്സിലുള്ള മുറാദ് അത് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, അത് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മാരക രോഗങ്ങളൊന്നും കൊടുക്കല്ലേ അല്ലാ, കഷ്ടപ്പാടും ദുഃഖവും ദുരന്തവും ദുരിതവും ഒന്നും കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരന് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസറിന്റെ അണുക്കൾ ശരീരത്തിന്റെ ഉള്ളിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാ നീ കരിച്ചു കളയണേ അല്ലാ.